राधा माधवा कुंज बिहारी जय गोपीजन वल्लभा गिरिवरधारी Hare Krishna, Krishna Krishna, Hare Hare.
ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरि ओम तत्सत्। भगवद्गीത യഥാരംഭം അധ്യായം 9 ശ്ലോകം 11. 9:11. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളത് മനഃപാഠമാക്കിയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അറിയാമോ എല്ലാവർക്കും? നമുക്ക് നോക്കാം. അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതാ മഹേശ്വരം. അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ मम भूता महेश्वरम. अवजानन्ति मामूढा मानुषीं तन्माश्रितं परं भावमजानन्दो मम भूता महेश्वरम. अवजानन्ति मामूढा मानुषीं तन्माश्रितं परं भावमजानन्दो मम भूता महेश्वरम. अवजानन्ति मामूढा मानुषीं तन्माश्रितं परं भावमजानन्दो मम भूता महेश्वरम. अवजानन्ति मामूढा मानुषीं तनुमाश्रितं परं भावमजानन्दो मम भूता महेश्वरम. अवजानन्ति मामूढा
मानुषं तनुमाश्रितं परं भावमजानन्दो मम भूतामहेश्वरम् अवजानन्ति मामुदा मानुषं तनुमाश्रितं परं भावमजानन्दो मम भूतामहेश्वरम् മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിലും ഈശ്വരനായ എൻ്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായി കരുതാൻ പാടില്ലെന്ന് മുൻ ശ്ലോകങ്ങളുടെ വിശദീകരണങ്ങൾ വെളിവാക്കുന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാൻ വെറുമൊരു മനുഷ്യനാകാൻ വയ്യ. എങ്കിലും കൃഷ്ണനെ കരുത്തേറിയ ഒരു മനുഷ്യനെന്ന് മാത്രം കരുതുന്ന മൂഢന്മാർ പലരുമുണ്ട്. വാസ്തവത്തിൽ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈശ്വര പരമ കൃഷ്ണ, പരംപുരുഷനും ആദികുമാനുമായ ഭഗവാനാണ് കൃഷ്ണൻ. ഈശ്വരന്മാർ പലരുണ്ട്, നിയന്താക്കളാണ് അവർ. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് തോന്നാം. സാധാരണ ലൗകിക കാര്യങ്ങളുടെ നിർവഹണത്തിന് ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് മേലധികാരിയായ ഒരു സെക്രട്ടറിയും, സെക്രട്ടറിക്ക് മുമ്പിൽ ഒരു മന്ത്രിയും, അദ്ദേഹത്തിന് നിയന്താവായി പ്രസിഡന്റുമുണ്ട്. ഇവരെല്ലാം നിയന്താക്കൾ തന്നെ. ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കുന്നു. പരമാധികാരി കൃഷ്ണനാണെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. ഭൗതികവും ആത്മീയവുമായ രണ്ട് ലോകങ്ങളിലും നിയന്താക്കളായി പലരും ഉണ്ടെന്നതിന് സംശയമില്ല. എന്നാൽ കൃഷ്ണനാണ് പരമാധികാരി, ഈശ്വര പരമ കൃഷ്ണ. അദ്ദേഹത്തിന്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമാണ്. നമസ്തേ സരസ്വതി നിർവിശേഷ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ ശ്രീ അദ്വൈത ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അല്ലേ, ഈ ശ്ലോകം നമ്മൾ ഒരു 100 പ്രാവശ്യമേ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ശ്ലോകം കേൾക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഈ ശ്ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്തവരാണ്. അവജാനന്തി മാമുദാം മനുഷ്യൻ കേൾക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? എത്ര പ്രാവശ്യം കേട്ടത്? ബോറടിക്കും. എത്ര പ്രാവശ്യം കേട്ടാൽ നമുക്ക് ബോറടിക്കില്ല. കാരണം ഭഗവാനോട് പറയുന്നത് എന്താ കാര്യം? നമ്മളെല്ലാവരും മൂഢന്മാരായിരുന്നു അല്ലേ? എന്നാലും വീണ്ടും പറഞ്ഞാലും നമുക്ക് വീണ്ടും സംശയം വരും. അതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ തന്നെ പറയുന്നത്. അവജാനന്തി മാമുദാം മനുഷ്യം പരംഭാവജാനന്ദോ മാമഭൂതം മഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിലും ഈശ്വരനായ എൻ്റെ അതീന്ദ്രിയ സ്വഭാവം അവർ കരഞ്ഞു വന്നു അല്ലേ? നമ്മളതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ? നമ്മളെക്കാളും വലിയ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതല്ലേ, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലേ നമ്മുടെ ബ്രഹ്മദേവൻ? ആണോ അല്ലോ? ബ്രഹ്മദേവൻ നമ്മുടെ ഒപ്പമായിരിക്കണേ അല്ലല്ലോ. വളരെ ഉയർന്ന സ്റ്റേജിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് പോലും സംശയം തോന്നി അല്ലേ? ഇതെന്റെ ഭഗവാൻ അല്ല എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ പയ്യൻ എന്തായിരുന്നാലും എൻ്റെ അല്ലേ നാഥനല്ല എന്ന് ആർക്ക് തോന്നിയിട്ടുണ്ട്? ബ്രഹ്മദേവൻ തോന്നിയിട്ടുണ്ട്. എപ്പോഴാണ് അങ്ങനെ തോന്നിയത്? എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അതൊന്ന്. പിന്നെ വേറെ ആരെങ്കിലും
യെസ്, അങ്ങനെ ഒരുപാട് ലീലകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതിലൊരു ലീലയാണ് ഈ ബ്രഹ്മദേവൻ കണ്ടത്. അതായത് ബ്രഹ്മദേവനെയും താഴെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അല്ലേ? അതിലൊരു കറുത്ത പയ്യനുണ്ട്. അത് അവരെ അദ്ദേഹത്തിനാണ് എല്ലാവരും ഈശ്വരനൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ബ്രഹ്മദേവൻ ഇരിക്കുന്നു. അപ്പോ ഒരു ദിവസം മധുമകള് ഈ തൈര് സംഭാരം ഉണ്ടല്ലോ, തൈര് സംഭാരം കിട്ടി. ആ തൈര് സംഭാരം അവിടെ വന്നത് കുറച്ച് ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പോ ഷെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ ആർക്കും ഷെയർ ചെയ്യില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും അല്ലേ? കൊച്ചുനാളിലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ശീലിച്ചത്. എല്ലാം സ്വന്തമായിട്ട് കഴിക്കാനായിരുന്നു താല്പര്യം അല്ലെ? ആർക്കും ഷെയർ ചെയ്തില്ല. പിന്നെ ഒട്ടും വേണ്ട, അധികമാണെങ്കിൽ എന്നാ എടുത്തോ എന്ന് പറയും. അപ്പോഴാണ് നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്നത്. അതുപോലെയാണ് മധുമകള് ആപ്പാടെ കുറച്ചേ കൊണ്ടു. ഈ തൈര് സംഭാരം അവർക്ക് ഭയങ്കര ജീവനാണ്. ഒന്ന് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്ത് വേണം? തൈര് സംഭാരം. അതുകൊണ്ടാണ് ഇപ്പോഴും ബ്രാഹ്മണരൊക്കെ തൈര് സംഭാരം മാത്രം കുടിച്ച് ജീവിക്കുന്നു അല്ലേ? അപ്പോ ഇത് അദ്ദേഹം എന്ത് ചെയ്തു? ഇത് അദ്ദേഹം ആരും കാണാതെ ഒറ്റ വരയ്ക്കും കൂടെ കുടിച്ചെടുക്കാനായിട്ട് പിന്നെ വായിക്കാത്ത എടുത്തതും ഭഗവാൻ പിടിച്ചു അല്ലേ? ഭഗവാൻ ഓടി വന്നിട്ട് എന്ത് ചെയ്തു? ആ ചുണ്ടിങ്ങനെ മധുമകളുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു അല്ലേ? ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു? അപ്പൊ മധുമകം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇറക്കാനും പറ്റുന്നില്ല, കണ്ടുപോയില്ലേ? ഇറക്കാനും പറ്റുന്നില്ല, തുപ്പാനും പറ്റുന്ന അങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? ഒരൊറ്റ ഇടി കൊടുത്തു ആരൊക്കെ? മധുമകളുടെ ചെവില്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ സംഭാരം എന്ത് ചെയ്തു? നേരെ പോയി, തെറിച്ചൊന്നും പോയില്ല. ഇവിടെ ക്ലാസ്സിലൂടെ വായിച്ചിട്ട് കൂട്ടി വെച്ചിരിക്കുക അല്ലേ? അത് നേരെ ഭഗവാന്റെ വായിക്കാത്തോട്ട് പോയി. ബ്രഹ്മദേവൻ ഇങ്ങനെ ആക്കി, അയ്യേ ഒറ്റ എച്ചില് വേഗം അല്ലേ? അപ്പോ ബ്രഹ്മദേവൻ ഇതെന്റെ ഭഗവാൻ എന്ന് പറഞ്ഞ ഈ വല്ലവരെ എച്ചിലൊന്നും എന്റെ ഭഗവാൻ കഴിക്കത്തില്ല എന്നായിട്ട് തോന്നി. ബ്രഹ്മദേവന് തോന്നി. ആദ്യമായിട്ട് കണ്ടതാണ് അല്ലേ? അതിനുശേഷമാണ് നമ്മളൊക്കെ കണ്ടത്. അദ്ദേഹം നേരെ താഴോട്ട് നോക്കിയിട്ട് കാണുന്നത് ആരെയാണ്? ഈ താമരയുടെ മോളിൽ താഴോട്ട് നോക്കി ആരെയാണ് കാണുന്നത്? സദാ കാണുന്ന ഒരാളാണ് അല്ലേ? അങ്ങനെ എപ്പോഴും കാണുന്നില്ല. ഞാനൊരു ഒരു പ്രാസത്തിലൊക്കെ പറഞ്ഞു അല്ലേ? എന്നാൽ പോലും ആദ്യമായിട്ടുള്ള ജീവാത്മാവല്ലേ ആര്? ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ അറിയുന്നിടത്തോളം നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. എന്നിട്ടാണ് ബ്രഹ്മദേവൻ പറയുന്നത് അല്ലേ? ഇവർക്കൊക്കെ ഭഗവാൻ കൃഷ്ണൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? കൃഷ്ണൻ എനിക്ക് പണ്ടേ അറിയാം അല്ലെ? അദ്ദേഹം കാണിച്ചുള്ള ലീലകളൊക്കെ അറിയാം. അപ്പൊ ബ്രഹ്മദേവൻ എന്താ പറയാ? ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണാവോ എല്ലാം അറിയാമെന്ന് പറയുന്നത് അല്ലെ? എനിക്ക് ഇത്രയും കാലമായിട്ട് ഭഗവാന്റെ ഒരു 2% 3% എനിക്കറിയാവും. പിന്നെ ഇവരൊക്കെ എന്ത് കഴിഞ്ഞിട്ടാണ് ഈ അന്താളിക്കുന്നതെന്നാണ് ആര് ചോദിക്കുന്നത്? ബ്രഹ്മദേവൻ. അങ്ങനെയുള്ള ബ്രഹ്മദേവന് അങ്ങനെ ഒരു സംശയം തോന്നി. എന്താണ് ഇത്? സാക്ഷാൽ ഭഗവാനാണോ അല്ലേ? ഇത് സാക്ഷാൽ ഭഗവാനാണോ ഈ വല്ലവരുടെയൊക്കെ എച്ചിലൊക്കെ വായിക്കാൻ കുടിക്കുന്നത് അല്ലേ എന്ന് തോന്നി. ബ്രഹ്മദേവൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തോന്നേണ്ടത് അല്ലേ? നമ്മള് ബ്രഹ്മദേവൻ അത്രയും മൂടനൊന്നും അല്ല, നമ്മളാണ് മൂടൻ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ തരുന്നത് വളരെ നന്നായിരിക്കും. എന്ത് ഇഞ്ചക്ഷൻ? വല്ലവരൊക്കെ മൂട എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടും ഇല്ലേ? ഭഗവാൻ നമ്മളെ മോഹോക്കി വിളിക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ശ്ലോകം എടുക്കുന്നത്. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂടന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാണ് അല്ലേ? അപ്പോ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനാണ്. ഭഗവാൻ സാധാരണ മനുഷ്യനാണോ? ഭഗവാൻ സാധാരണ മനുഷ്യനെ അല്ല. മൂടന്മാരാണ് ഭഗവാൻ മനുഷ്യനാണെന്നും മനുഷ്യന് ദൈവമാകാൻ സാധിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നത് അല്ലേ? മനുഷ്യന് ദൈവമാകാൻ പറ്റുമോ? മനുഷ്യന് ദൈവമാകാൻ പറ്റുമോ? പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല അല്ലേ? അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഭഗവാനുമായിട്ട് ഈക്വൽ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? ഭഗവാന് സമമായിട്ടും ആരുമില്ല, ഭഗവാന് മുകളിലോട്ടും ആരുമില്ല. ഭഗവാനെ ഉള്ളൂ അല്ലേ? ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദി സ്റ്റോറി. അത് കഴിഞ്ഞ പിന്നെ വണ്ടി അങ്ങോട്ട് പോകും, ഡെസ്റ്റിനേഷൻ ഇല്ല അല്ലേ? അപ്പൊ അതാണ്, അവിടെ വരെ ഉള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഈ ലോകത്തുള്ള എന്ത് നോക്കിക്കഴിഞ്ഞാലും അതെല്ലാം ഭഗവാന്റെ താഴെ വരത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പൊ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് മനുഷ്യന് ദൈവമായിക്കൂടാ? സർവോപരി ദൈവമല്ല, ഒരു ദൈവമെങ്കിലും ചെറിയൊരു ദൈവമായിക്കൂടെ? ആവാൻ പറ്റുമോ? ആവാൻ പറ്റൂലേ? പറ്റൂലേ? ഞാൻ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചിട്ടല്ല ചോദിച്ചത്. ഏതെങ്കിലും ഒരു ദൈവമാവാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ദൈവമാവാൻ പറ്റുമോ? നമുക്ക് എത്ര ദൈവങ്ങളെ അറിയാം?
33 കോടി ദൈവങ്ങളുണ്ട് അല്ലേ? ഇതെല്ലാം ദൈവങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം സ്ഥാനങ്ങളാണ്. സ്ഥാനങ്ങളാണോ അല്ലയോ? സ്ഥാനങ്ങളാണ്. സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, മന്ത്രിമാർ, നമ്മൾ ഇവിടുത്തെ മന്ത്രിമാരെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഉള്ളോളം മന്ത്രിയായിരിക്കും. മരിക്കുന്നവര് ഇല്ലല്ലോ, അവർ ജനിച്ചപ്പോൾ മന്ത്രിയായിട്ടാണ് വന്നത് അല്ലല്ലോ, അത് സെലക്ഷൻ അല്ലേ, നമ്മളെല്ലാം സെലക്ട് ചെയ്താക്കി തരണം അല്ലേ? അതുപോലെയാണ് ഈ 33 കോടി ദൈവങ്ങൾ അല്ലേ? ഒരു കൽപ്പം കഴിയുമ്പോൾ അവരുടെയൊക്കെ റിട്ടയർ ആവും. പിന്നെ എന്തോ ഈ അടുത്ത ആളിനെ ആര് സെലക്ട് ചെയ്യും? ഭഗവാൻ സെലക്ട് ചെയ്യും. ആരിൽ നിന്ന് സെലക്ട് ചെയ്യും? നമ്മളിലുള്ളവരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ദൈവമാവാൻ പറ്റുമോ? പറ്റും അല്ലേ? പക്ഷേ ഇന്നിപ്പോ നാളെ പോയി അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുത്തു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വിചാരിക്കാൻ വേണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തണം അല്ലേ? ശുദ്ധ സാത്വിക സ്റ്റേജിലേക്ക് എത്തണം. അതുപോലെ അതിൽ നിന്നും മുകളിലോട്ട് പോകണം അല്ലേ? സദാ ഹരിയായിട്ടിരിക്കണം. ഇതിൽ ആദ്യത്തെ ആളാരാണ് ആ ഗുരു പരമ്പരയിൽ? പറയുമാറി ഗുരു മഹാരാജ്. അത് കഴിഞ്ഞാല് ശില പ്രഭുപാദ. അത് കഴിഞ്ഞാല് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അത് കഴിഞ്ഞാല് ആര്? മുഴുവൻ കേട്ടില്ല. ഗൗരി കിഷോർ ബാബാജി. വെരി ഗുഡ്, താങ്ക് യു. ഗൗരി കിഷോർ ബാബു. അത് കഴിഞ്ഞാല് ഭക്തി വിനോദ് ഠാക്കൂർ. അത് കഴിഞ്ഞാല് ജഗന്നാഥ് ബാബാജി. എല്ലാ ദിവസവും നമ്മൾ തൊഴിലാ പോയി. ഇത് ആരൊക്കെയാണെന്നും കൂടെ അറിയണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി. ആരോടാണ് നമ്മൾ പറയണത് അറിയേണ്ടത് അല്ലേ? അതില് ഞാൻ പറയുന്ന ഒരേ ഒരാളാണ്. അതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ഗുരു ആരാണ്? പറഞ്ഞല്ലോ. നോ ഗൗരി കിഷോർ ബാബാജി. ആർക്ക് എത്ര പേർക്ക് അറിയാം ഗൗരി കിഷോർ ബാബാജിയെ കുറിച്ചിട്ട്? ആർക്കൊക്കെ അറിയാം? നമുക്ക് അറിയേണ്ടത് ഒരു എക്സോൾട്ടഡ് ഡിവോട്ടിയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിന് വർണ്ണിക്കാൻ. ഇത്രയും ഹ്യൂമിലിറ്റി ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേറെ ആരും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരു ഈ എന്താണ് നമ്മുടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞെന്താ, ജനം സുന്ദരി എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആൾക്കാരെ വേണ്ട, എനിക്ക് ഡിസൈബിൾസ് വേണ്ട, എന്റെ പുറകെ നടക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ വേണ്ട, ഒരാൾ പോലും വേണ്ട എന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരാളാണ്. ആര്? ഗൗരി കിഷോർ ബാബാജി. മറക്കരുത് അല്ലേ? അപ്പോ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് ധനം വേണ്ട, അദ്ദേഹത്തിന് സുന്ദരിയായിട്ടുള്ള ഭാര്യ വേണ്ട, പിന്നെ ആരും വേണ്ട, എന്താണ് കൂടെ നടക്കാൻ ആൾക്കാർ വേണ്ട, ഡിസൈബിൾസ് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്ത് വേണം അദ്ദേഹത്തിന് എപ്പോഴും ഭഗവാനെ സേവിക്കാനുള്ള അവസരം മാത്രമേ കിട്ടാൻ. അത്രയും ഭയങ്കര എക്സോൾട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവോട്ടിയാണ് ആര്? ഗൗരി കിഷോർ ബാബു. നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് അറിയണം അല്ലേ? അദ്ദേഹം ഈ എന്താണ് ഈ ആൾക്കാർക്ക് അറിയാം ഇദ്ദേഹം വളരെ ദിവ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വളരെ പാവപ്പെട്ട അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് ആര്? ഗൗരി കിഷോർ ബാബു. അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ അങ്ങനെ അദ്ദേഹം ഭക്തനായി. അത് വേണം നമ്മൾ ചിന്തിക്കാൻ അല്ലെ? എങ്ങനെ ഭക്തനായി? അഹൈതുകമായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ സേവയിലൂടെയാണ് അദ്ദേഹം എന്തായത്? ഭക്തനായത്. അങ്ങനെ അദ്ദേഹത്തിന് അറിഞ്ഞുള്ള ഒറ്റ കാര്യമില്ല. അദ്ദേഹം എന്തുകൊണ്ട് ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ശിഷ്യനായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഗവതം കേൾക്കാനായിട്ട് ഭക്തി വിനോദ് ഠാക്കൂറിന്റെ വീട്ടിൽ പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വേറൊരു ആദ്യതാണ് നിശ്ചയം എടുത്തിരുന്നത്. മനസ്സിലായില്ലേ? ഭാഗവത സ്വാമികളിൽ നിന്നാണ് അദ്ദേഹം നിശ്ചയം എടുത്തത്. പക്ഷെ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ശിഷ്യനായത് ഭാഗവതം കേൾക്കാൻ വേണ്ടിയാണ് അല്ലേ? അത്രയ്ക്ക് എക്സോൾട്ടഡ് ആയിട്ട് അദ്ദേഹത്തിന് എന്തുവാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു 5 പൈസ പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ടില്ല, അദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡോ അക്കൗണ്ടോ SBI അക്കൗണ്ടോ ഒന്നും ഇല്ല. പിന്നെയോ അദ്ദേഹത്തിന് ആകപ്പാടെ ഉള്ളത് എന്താണ്? മഹാമന്ത്രം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇതായത്. പിന്നെ അദ്ദേഹത്തിന്റെ ധനം എന്ന് പറയുന്നത് അദ്ദേഹം കൊടുത്തിരിക്കുന്നു. അതൊക്കെ എവിടെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഗംഗയിലൂടെ ഒഴുകി വരുന്ന, നമ്മൾ ഈ ചിലപ്പോൾ കുളിച്ചോണ്ടൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നനച്ചോണ്ട് നിൽക്കുമ്പോൾ ചിലതൊക്കെ ഒഴുകി പോകുന്നില്ല, അങ്ങനെയൊക്കെ ഒഴുകി പോകുന്നു. അല്ലെങ്കിൽ ഈ വലിച്ച് നമ്മള് കീറി പറഞ്ഞതൊക്കെ നമുക്ക് ഉപയോഗമില്ലാത്ത എന്ത് കൊണ്ട് അവിടെ കൊണ്ട് കഴുകിക്കൊണ്ട് കളയും അല്ലേ? അതല്ല, അത് ചിലപ്പോൾ അതിന്റെ കരയിൽ ഇരുന്നായിരിക്കും, വെള്ളപ്പൊക്കം വരുമ്പോൾ അതെല്ലാം ഒലിച്ചു വരും. അതെല്ലാം തൂത്ത് പറക്കിയിട്ടാണ് അദ്ദേഹം മാനം മണിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയ്ക്കും ഹ്യൂമിലിറ്റി ആയിരുന്ന എളിമത്വമുള്ള ഒരാളായിരുന്നു ആര്യ? ഗൗരി കിഷോർ ബാബു അല്ലേ? അദ്ദേഹം എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയാം അദ്ദേഹം എന്താ കഴിക്കുന്നത്? അല്ല, അദ്ദേഹം ഭിക്ഷ യാചിച്ചിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? ആ ഭിക്ഷ യാചിച്ച് കിട്ടുന്ന അരി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ വെള്ളത്തിൽ ഗംഗയുടെ വെള്ളത്തിൽ അദ്ദേഹം കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ എന്ത് പറ്റും, അത് പോകുന്നു നിൽക്കും അല്ലേ. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത്. വേറെ ഒന്നും കഴിക്കുന്നത്. അത് 2-3 വീട്ടിൽ പോയിട്ടാണ് കൃഷി അയച്ചു കൊണ്ടിരുന്നത്. അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നും കഴിക്കുന്നത്. ആരോടും എന്ത് പറഞ്ഞു വെച്ചാൽ ചോദിക്കുന്നില്ല. ഇതുവരെ ഒരു വക പോലും ആരോടും ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചു വാങ്ങത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ് ആരെ, മനസ്സിലായില്ലേ? അത്രയും എളിമത്തുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനപ്പേരുകളൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണോ? അപ്പോൾ അല്ല. അദ്ദേഹത്തിനെ പോലെയുള്ള ആള് വളരെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ആ സ്റ്റേജിലെത്തും. അദ്ദേഹത്തിന് ഈ നാമമല്ലാതെ മറ്റൊരു താല്പര്യവും ഇല്ല. അദ്ദേഹം ഇവിടെ താമസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ താമസിക്കുക. അപ്പോൾ ആൾക്കാർ വരും, ആൾക്കാർ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ താമസിക്കുന്നത് അറിയാം. നമ്മുടെ ഈ ലാറ്റിനൊക്കെ ഇല്ല, അല്ലെങ്കിൽ കക്കൂസൊക്കെ ഇല്ല അല്ലേ? നമുക്ക് കക്കൂസ് പോയാൽ പണ്ടൊക്കെ നമ്മളെ ഇപ്പോഴാണ് വീട്ടിനകത്തെ കക്കൂസായത് അല്ലേ? പണ്ടൊക്കെ യൂസായി. പക്ഷേ പണ്ടൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൂരം, നമ്മളൊക്കെ ഭാഷയിൽ ബ്ലാക്ക് എന്നാണ് പറയുന്നത്. ബ്ലാക്ക് നല്ലൊരു കേട്ടിട്ടുണ്ടോ അല്ലേ? ബ്ലാക്ക് ഇട്ടാണ് പോകുന്നത് അല്ലേ? പണ്ടുള്ള ഇതൊക്കെ വരുന്നത് നൊസ്റ്റാൾജിയ അല്ലേ? ആ ബ്ലാക്ക് വളരെ ദൂരെയാണ് ഈ കക്കൂസൊക്കെ വെച്ചിരുന്നത്. കാരണം അന്ന് ആൾക്കാർക്കറിയാം ഇത് വളരെ ശുചിത്വമില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ദൂരെ വെച്ചിരുന്നത്. ഇപ്പോഴാണ് നമ്മളിതെല്ലാം വീട്ടിനകത്താക്കിയത് അല്ലേ? നമ്മൾ പരിഷ്കരിച്ച് നടക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മളിതെല്ലാം വീട്ടിനകത്ത് കൊണ്ടുപോകുന്നു. നോക്കണേ. അപ്പൊ അതാണ് നമ്മൾ വീട്ടിനകത്ത് എന്താണ് വയ്ക്കേണ്ടത്? ഭഗവാന്റെ മുറിയാണ് വയ്ക്കേണ്ടത് അല്ലേ? പക്ഷെ അതിന് പകരം നമ്മളെല്ലാം ടോയ്ലറ്റിൽ ഇതിനകത്തുണ്ട്. അതായിക്കോട്ടെ, അതിപ്പോഴത്തെ മോഡേണൈസേഷൻ. പക്ഷേ അന്നൊക്കെ വളരെ ദൂരെയായിരുന്നു. അതിൻ്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുക. കാര്യം എന്താണ്? ഇതിന്റെ നാറ്റം കാരണം ആൾക്കാർ അതിലൂടെ ചെല്ലുന്നുണ്ട് അല്ലേ? പക്ഷെ പുള്ളിക്കാരൻ ഇതൊന്നും ഒരു ബാധകമല്ല. കാര്യം എന്താണ്? സദാ ഹരിയായിട്ടിരിക്കുന്ന ആൾക്ക് ഇതിന്റെ നാറ്റൊന്നും പുള്ളിക്കാരന് ഒരു പ്രശ്നമേ അല്ല. മനസ്സിലായോ? എന്തിനാണ് അവിടെ പോയി താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ശല്യമില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ആൾക്കാർ ഈ നാറ്റം കാരണം അങ്ങോട്ട് പോകുന്നില്ല അല്ലേ? ആൾക്കാർ ശല്യം. ഒരു ദിവസം നോക്കുമ്പോൾ അദ്ദേഹം ഈ കാല് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, തുണി കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഭക്തിസിദ്ധാന്ത സരസ്വതി ശിഷ്യൻ ചോദിച്ചു, എന്തിനാണ് കാല് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? അതേ, ചില ഭക്തന്മാരിൽ വരുന്നുണ്ട്, അവരെൻ്റെ കാല് തുറൻ വരുന്നുണ്ട്. തുറണ്ട, ഞാനൊരു വൈഷ്ണവൻ പോലും അല്ലല്ലോ. എന്താ പറഞ്ഞത്? ഞാനൊരു വൈഷ്ണവൻ പോലും അല്ലെന്ന് അല്ലേ? ആരായി പറഞ്ഞാണ് ഈ ആര് ലോറി കിഷോർ ബാബുജി പറയാം ഇല്ലേ? അപ്പൊ നമ്മളാണെങ്കിലും ഒരു മാല ജപിച്ചാൽ ഞാൻ വൈഷ്ണവനാണ് ചേട്ടാ എന്ന് പറഞ്ഞ് നടക്കാൻ അഹങ്കരിക്കുന്ന ആൾക്കാരാണ് ഒരു മാല ജപിക്കുന്നത് അല്ലേ? അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് സദാഹരിയായിട്ടിരിക്കുന്ന അദ്ദേഹം എന്താ പറയുന്നത്? ഞാനൊരു വൈഷ്ണവൻ പോലും അല്ലല്ലോ, പിന്നെ എന്തിനാണ് അവരെന്റെ കാലിൽ വന്ന് തുറന്നെന്നാണ് ചോദിച്ചു. ഇവിടെ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാലിൽ തൊട്ട് തൊഴിലില്ലെങ്കിൽ അവിടെ ബാക്കി എല്ലാവരും കാലിൽ തൊട്ട് അല്ലേ? ഞാനിവിടെ വലിയ കാര്യത്തിൽ കാലം വെച്ചോണ്ടിരിക്കുക, തൊട്ടില്ല. നമുക്ക് തോന്നാറില്ലേ അല്ലേ? തോന്നാറില്ലേ? ഓ, നിങ്ങളൊക്കെ എക്സോർട്ടഡ് ഡിവോട്ടീസ് അല്ലേ? അതൊന്നും തോന്നില്ല അല്ലേ? ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നവർക്കാണെങ്കിൽ തോന്നത്തില്ല. എന്താ സത്യാവസ്ഥ? നമ്മളെ കാലിൽ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അവരുടെ പാവം കൊണ്ട് നമ്മൾ വലിച്ചു കയറിക്കൊണ്ടിരിക്കും. വല്ല ആവശ്യമുണ്ടോ? നമ്മളിവിടെ ചോന്നോടൊക്കെ നമുക്ക് ചുമക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. എന്നിട്ടാണ് നമ്മൾ വല്ലവരെയും കൂടെ കാല്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറി നിൽക്കുന്നത്. പക്ഷേ ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരെ കിടക്കസർ എന്ത് ചെയ്യും? എന്റെ കാലം തിരിക്കൊണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഏതെങ്കിലും അമ്മമാരെ കാലം തൊഴിലില്ലെങ്കിൽ അവർ രാവിലെ കൊണ്ടുപോരെ ഇല്ലേ? ഇല്ലേ? പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല അതിന്റെ ഭവിഷ്യത്ത് എന്താണ്. അതാണ്. അപ്പോ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനല്ല, മൂഢന്മാരാണ്. ഭഗവാൻ മനുഷ്യനാണെന്നും മനുഷ്യന് ദൈവമാകാൻ സാധിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നു. ഞാനിപ്പോ യോഗികിഷോർ ബാബുജിയുടെ കഥ പറഞ്ഞ കാര്യം വെച്ചാൽ അങ്ങനെയുള്ള എക്സോൾട്ടഡ് ഡിവോട്ടീസിനെ ഭഗവാൻ സെലക്ട് ചെയ്യും. എന്തിനാണ്? ഈ ഓരോ സ്ഥാനത്തേക്ക്. ഏത് സ്ഥാനത്തേക്ക്? ഈ 33 കോടി ദൈവങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വേക്കൻസി വരുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു നോക്കും അല്ലേ? യോഗികിഷോർ ബാബുജി നമുക്ക് ഈ സ്ഥാനത്തേക്ക് കൊടുക്കാൻ പറയും അല്ലേ? അത് ഭഗവാന് മാത്രമേ അറിയാവുള്ളൂ അദ്ദേഹം എന്തുമാത്രം ഭക്തനാണ്. നമുക്കറിയാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് എന്താണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല അയാൾ ഏത് തരത്തിലുള്ള ഭക്തനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ലെവലിലാണ്, നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോൾ അവർ ഭയങ്കര ഭക്തന്മാരായിട്ടൊക്കെ തോന്നുമെങ്കിലും അല്ലേ, അവര് വൈഷ്ണവ ഡ്രസ്സിലൊക്കെ ആയിരിക്കും, പക്ഷെ അവർ ഭക്തനാണോന്നില്ല. അത് ആർക്കറിയാൻ പറ്റും? ഭഗവാന് മാത്രമേ അറിയാൻ പറ്റും. ഭഗവാന് ക്ലിയർ ആയിട്ട് അറിയാം ഓരോരുത്തരും ഏത് ലെവലിലാണ്. നമ്മുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുമഹാരാജന്റെ ഒക്കെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ
അദ്ദേഹത്തിന് ഒരു സ്കാനിങ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? ഗുരുമരാജ് ഫ്രണ്ടിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? അല്ലേ? അവർക്ക് അദ്ദേഹത്തിന് ഒരു സ്കാനിങ് ഉണ്ട്. അല്ലേ? ഇങ്ങനെ നോക്കിയാൽ മതി നമ്മൾ എന്താണ് കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് മനസ്സിലാക്കി. അല്ലേ? അത് സ്കാനിങ് മെഷീനിന്റെ ആവശ്യമില്ല, ഫുൾ സ്കാൻ ചെയ്താൽ മതി. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? ഏറ്റവും പുറകെ പോയിരിക്കും, കാണണ്ടെന്ന് വെച്ചിട്ട്. എന്നാലും സ്കാൻ ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവരും. ഒരുപാട് അനുഭവങ്ങളുണ്ട്, പലരും ഇങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തുമാത്രം സ്കാൻ ചെയ്യാൻ പറ്റും? അല്ലേ? ഭഗവാൻ അറിയാം. ഫോർ എക്സാമ്പിൾ, ഇന്ദ്രദേവൻ, നമ്മൾ എത്ര പ്രാവശ്യം ഇന്ദ്രദേവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഇയാളെ പോലെയുള്ള ആളിനെ ഇയാളെ അപ്പോഴേക്ക് ഇന്ദ്രനാക്കിയത്. നമ്മൾ ആരെ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് അറിയാം? ആരെയെ ക്വസ്റ്റ്യൻ ചെയ്തത്? ഭഗവാനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കാനുണ്ട്? അല്ലേ? നമ്മളത് ആലോചിക്കണം. അങ്ങേരിലും എന്തോ ഒരു പ്ലസ് പോയിന്റ് കണ്ടതുകൊണ്ടാണ് ഭഗവാൻ അദ്ദേഹത്തിനെ അവിടെ ഇന്ദ്രനാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് മറിച്ച്, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത്രയും അസൂയയും കുശുമ്പും നിറഞ്ഞ ഒരാൾ വേറെ ഉണ്ടാവില്ല. അല്ലേ? അസൂയയും കുശുമ്പയ്ക്കും കൈകാലം വെച്ച ആളാണ് ആര്? ഇന്ദ്രദേവൻ. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഭഗവാൻ അതല്ല. ഭഗവാൻ വേറൊരു കണ്ണൂട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ബിക്കോസ് ഓഫ് സം ക്വാളിറ്റീസ് ഈസ് ഹാവിങ്. അതുകൊണ്ടാണ് പുള്ളി അവിടെ അപ്പോയിന്റ് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഭക്തനെ കുറ്റം പറയാനുള്ള എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? ഇല്ല. നമ്മളെ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? ബാക്കി 3 കൈയും നമ്മൾക്ക് എതിരാണ്. ഇനി അത് മറച്ചു വെച്ചിട്ടല്ലേ അവൻ കുറ്റം പറയുന്നത്. അല്ലേ? അത് ആലോചിക്കണം. നമുക്ക് ആരെ കുറ്റം പറയാനുള്ള യാതൊരു യോഗ്യതയും. ആരെങ്കിലും നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അപരാധമാണ് വലിച്ചത്. കാര്യം എന്താണ്? അല്ലേ? ഒരു ഭക്തൻ അത് ഏത് ലെവലിലാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. ഏതെങ്കിലും ഒരു ഭഗവാനെ ഒരു ഭക്തനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സഹിക്കുമോ? ഇല്ലേ? നമ്മൾ ഏത് ലെവലിലാണ് നോക്കത്തില്ല, തട്ടികളെ നമ്മളെ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മളൊരു ഭക്തനെ കുറ്റം പറയാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അല്ലേ? ആരെങ്കിലും കണ്ട കുറ്റം പറയണോ? ഒരു കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്താ പോലെ തീർന്നല്ലേ? അല്ലേ? നമ്മൾ രക്ഷപ്പെട്ടു, മാന്യമായിട്ടിരിക്കാൻ പറ്റും. നമ്മള് അപരാധങ്ങൾ വലിച്ചിരിക്കുന്നില്ല, എന്താണ് ഈ ശാപം വലിച്ചിരിക്കുന്നില്ല എന്നാണ്. ഈ മാനദണ്ഡം വെച്ച് ആരാണ് ബുദ്ധിമാന്, മനുഷ്യൻ ആരാണ് മൂഢനെന്ന് മനസ്സിലാക്കണം. മറ്റൊരിടത്ത് ഭഗവാൻ പറയുന്നു, നമാം ദുഷ്കൃതനോ മൂഢ പ്രപദ്യന്തേ നരാധമ. നരന്മാരിലെ ഏറ്റവും അധപതിച്ചിട്ടുള്ളത്. അല്ലേ? അതാണ് നരാധമ. അതിന്റെ അപ്പുറത്ത് ഒരു വേർഡ് പറയാനില്ല അവിടെ. മൂഢന്മാർ, ദുഷ്ടന്മാർ അവർ എനിക്ക് കീഴടങ്ങുന്നില്ല. ഭഗവാൻ നമ്മെ വിളിക്കുകയാണ്. അല്ലേ? ഭഗവാൻ എങ്ങനെയാ വിളിക്കുക? നമ്മളെ 18ാമത്തെ അധ്യായം പറയുന്നുണ്ട്. അല്ലേ? എങ്ങനെ വിളിക്കാം? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതിലും പ്രത്യേകം ഒരു അടിവരേണ്ട ഒരു വാക്കുണ്ട്. എന്താണെന്ന് അറിയോ? മാം ഏകം. കറക്റ്റ്. ആ ഏകമാണ്. വേറെ ആദ്യം കുറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എന്നെ മാത്രം ഏകം 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 നമ്മുടെ അവിടെ ഇങ്ങനെ ഊന്നി പറയണം. അല്ലേ? എന്നിട്ടും നമുക്കൊരു സംശയം, ഇനി പറഞ്ഞത് തെറ്റാണ്, അല്ലേ? എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് പറയാണോ എന്നുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിലുണ്ട്. ആരൊക്കെ ആ സംശയമുണ്ട്? ഞാൻ തെളിച്ചുതരാം. ആരൊക്കെ ആ സംശയമുണ്ട്? ആ സംശയം ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ വീട്ടിൽ തിരിച്ചു പോകുമ്പോ ആ പൂജാമുറിയിലോട്ടൊന്ന് കയറാം. അല്ലേ? നമ്മൾ എല്ലാ ദിവസവും രാവിലെ കയറുന്ന സ്ഥലമല്ലേ? അല്ലേ? രാവിലെ അവിടെ ആ പൂജാമുറിയിലോട്ട് കയറിയിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും നോക്കുക. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന്? അല്ലേ? അവിടെ ഭഗവാൻ അല്ലാതെ വേറെ ആരൊക്കെ ഇരിപ്പുണ്ടെന്ന് നോക്കുക. അപ്പൊ എന്നിട്ട് ഈ ശ്ലോകം വായിക്കാം. മാമേകം ശരണം വ്രജ. എത്ര പ്രാവശ്യം കേട്ടതാണ് മാമേകം ശരണം വ്രജ. എന്നിട്ട് ഞാൻ മാട്ടെ, അല്ലേ? ഞാൻ വരമാട്ടെ, ഞാൻ മാറമാട്ടെ, അല്ലേ? എന്നാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് അവിടെ ഇരുന്നില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. അല്ലേ? ഇനി എങ്ങനെ ഞാനിതെങ്ങനെ എടുത്ത് മാറ്റി വെച്ചാൽ അവർക്ക് ദേഷ്യം വന്നാലോ? അവർക്ക് ദേഷ്യം വരുമോ? അവർക്ക് ഒരിക്കലും ദേഷ്യം വരില്ല. കാര്യം എന്താണ്? അവരുടെ നാഥൻ, അവരുടെ ഭഗവാനെയാണ് നമ്മൾ പൂജിക്കുന്നത്. അല്ലേ? അപ്പൊ അവരെ നമുക്ക് ഈക്വൽ ആയില്ലേ? അപ്പൊ അവരെ നമ്മൾ എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യില്ല. നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ ഭഗവാൻ വെറുതെ വിടില്ല. മനസ്സിലായില്ലേ? അവരെ സ്ഥാനത്ത് നിന്ന് പ്രശ്നമാക്കി കളയും. അതുകൊണ്ട് അവരത് ചെയ്യോ? ചെയ്യോ? ഇല്ല. അല്ലേ? അപ്പൊ അത് വേണം നമ്മൾ നോക്കാനാണ്. അപ്പൊ ഇന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് പൂജാമുറിയിൽ നോക്കിയാൽ മതി. ഞാൻ അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലേ? ആ മാമേകം ശരണം വ്രജ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പൂജാമുറിയിലും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും അവിടുത്തെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വിഗ്രഹം വാങ്ങിച്ച് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. അല്ലേ? അങ്ങനെ ഇപ്പോൾ വയ്ക്കാൻ സ്ഥലമില്ലാതായി.
അത്രയ്ക്ക് ആൾക്കാരുണ്ട് അല്ലേ? എല്ലാവർക്കും വിളക്ക് കാണിക്കാൻ പോലും പറ്റത്തില്ല ഒരു ദിവസം. ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുക. എല്ലാവർക്കും ഇങ്ങനെ ഏതൊരാണ് കാണിക്കുന്നത് ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും അല്ലേ? കാരണം എവിടെ പോയാൽ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരെണ്ണം മേടിച്ചിട്ട് വരും അല്ലേ? കന്യാകുമാരി പോയി കഴിഞ്ഞാൽ കന്യാകുമാരി ദേവിയുടെ അവർക്കും മേടിച്ചു വരും അല്ലേ? പഴവങ്ങാടി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരെണ്ണം കൊണ്ടുവയ്ക്കും. ഇതെല്ലാം നമ്മൾ മേടിച്ച് അവിടെ കൊണ്ടുവയ്ക്കും. ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എല്ലാം അവിടെ കൊണ്ടുവയ്ക്കും, പൂജാമുറിയിലാണ് കൊണ്ടുവയ്ക്കും. എവരെയൊക്കെ എടുത്ത് മാറ്റാനായിട്ട് നമ്മൾ മനസ്സനുവദിക്കും. ഞാൻ അനുഭവിച്ചത്. ഞാൻ എന്താ ഡിസ്കൗണ്ടിലേക്ക് വന്ന ശേഷം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ തൊട്ടടുത്തൊരു അലമാര വാങ്ങിച്ചു വെച്ചു. പൂജാമുറിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു അലമാര വാങ്ങിച്ചു വെച്ചിട്ട് ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ മനസ്സില്ലാ മനസ്സെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ചു അല്ലേ? എന്നിട്ട് ഇവിടെ പൂജ ചെയ്തു തുടങ്ങി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണങ്ങോട്ടായിരുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ തള്ളിയിടല്ലേ, എന്നെ തള്ളിയിട്ടല്ലേ, ഞാൻ ഇവിടെ ചെയ്തോട്ടാലോ അല്ലേ? പതുക്കെ 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 ഇതിന്റെ ആ രൂക്ഷം കൂടിയപ്പോ പതുക്കെ പതുക്കെ അവരെ അടുത്ത റൂമിലേക്ക് മാറ്റി. ഇപ്പൊ അവരെല്ലാം സെൽഫി ഇരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ടാണ് ഞാൻ മാറ്റിയത്. ഞാൻ എന്റെ സ്വന്തം അനുഭവം പറഞ്ഞാണ്, പച്ചയായിട്ട് പറഞ്ഞാണ്. അതുപോലെ ആവണം അല്ലേ? എന്നെ ആരും തള്ളിയിട്ടില്ല. ഇനി നേരെ മറിച്ചിട്ട് ഒരു പക്ഷേ നമ്മൾ ഇത് എടുത്ത് വച്ചതിന്റെ അന്ന് അങ്ങനെ ആ സ്റ്റെപ്പിലെങ്ങനെ തട്ടി വീണിട്ടുണ്ടെങ്കിൽ എന്നെ തള്ളിയിട്ടത് കണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഭാര്യ വന്ന് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞു നിങ്ങളോട് അത് മാറ്റി വയ്ക്കരുത്. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വിശ്വാസം ഉണ്ടാകും. വീണ്ടും എടുത്ത് തിരിച്ചുകൊണ്ട് പോയി അല്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ. നമ്മളങ്ങനെ ശീലിച്ചു പോയതാണ്. പക്ഷെ തട്ടിയത് നമ്മൾ നടന്നിട്ടാണ് അല്ലേ? നമ്മൾ എന്തോ ആലോചിച്ച് നടന്നിട്ടാണ് അവിടെ തട്ടി വിടുന്നത്. അല്ലാതെ ഭഗവാൻ വിചാരിച്ച് തട്ടി വിട്ടാൽ അവരൊരിക്കലും നമ്മളെ തള്ളിയെടുത്തില്ല. കാര്യം എന്താണ്? നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നവരാണ്. അവിടെ പോകുന്നത് അതിന്റെ അപ്പുറത്ത് മറ്റൊരു മന്ത്രമില്ല അല്ലേ? നമുക്ക് ഇച്ചിരി അഹങ്കാരിക്കാം, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ് നമ്മൾ പറയുന്നതല്ല സത്യമായി ഭവിച്ചിടും. അങ്ങനെ ഒരു അവസരം വരും. എന്ത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് പവർ. അപ്പൊ ഇവരാരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ഒരിക്കലും പറയും. നമുക്ക് ധൈര്യമായിട്ട്, കാരണം ഭഗവാനോട് പറയാണ് ഏകം ശരണം മൃജാതാണ്. എന്നെ മാത്രം ശരണം ഭാവിക്കും. നീ നിന്റെ മനസ്സ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ അവരാരും കാണത്തില്ല നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഞാനും പറ്റില്ല അല്ലേ? നീ അവരെല്ലാം പുറകെ പോകണം, നീ ഞാനും പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ഭഗവാന് മാത്രം അല്ലേ സറണ്ടർ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ സർവധർമാൻ പരിത്യജ മാമേകം ശരണം വിളിച്ച. പക്ഷേ മൂഢന്മാര് അത് അംഗീകരിക്കില്ല. ഞാൻ എന്തിനെ കൃഷ്ണനെ സ്വീകരിക്കണമെന്നാണ് ചോദിക്കുന്നത് അല്ലേ? എനിക്ക് എന്റെ സ്വന്തം ദൈവമുണ്ട്. ഞാൻ എന്റെ ദൈവത്തെ നിർമ്മിക്കുന്നു. അതിനാൽ ബുദ്ധിമാനും വിഡ്ഢിയുമായ മനസ്സിലാക്കാൻ നമുക്ക് വളരെ ചെറിയ മാനദണ്ഡമുണ്ട് അല്ലേ? നോക്കൂ, ഇവിടെ ആൾക്കാര് സ്വന്തം ദൈവത്തെ സൃഷ്ടിച്ചു തുടങ്ങി. എനിക്ക് ആരെയാണ് ഇഷ്ടമല്ല, എനിക്ക് ഇതാണ് വേണം പറഞ്ഞിട്ട് അവര് സ്വന്തം ഒരു വലിയൊരു എന്താ പറയാന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ പേര്, നിത്യാനന്ദൻ സ്വാമി എന്ന് പറഞ്ഞിട്ട് സ്വാമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതെ ആ സാധനം തന്നെ. ഇവിടെ പോലീസ് അന്വേഷിച്ചോണ്ടൊക്കെ അങ്ങനെ ഒളിച്ച് അവിടെ പോയി, അമേരിക്കയിൽ പോയി. അവിടെ പോകാൻ മാത്രമല്ല, അങ്ങനെ കുറെ നടക്കാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അതും കോടീശ്വരന്മാർ അല്ലേ? അദ്ദേഹം അവിടെ പോയി ഒരു ദ്വീപ് തന്നെ വാങ്ങിച്ചു കളഞ്ഞു. ആര്? ഈ കൊള്ളക്കാരൻ അല്ലേ? ഈ കൊള്ളരുതാത്തവർ. ഇവിടെ പോലീസ് അന്വേഷിച്ച് നടക്കും അയാളെ പല കേസിന് അല്ലെ? അയാൾ പിടിക്കാനായിട്ട് എന്ന് ഇവിടെ ബോംബെയിൽ ഇറങ്ങോ അന്ന് ഇവിടെ പിടിക്കാനായിട്ട് റെഡിയായിരിക്കുക. പക്ഷെ അയാൾ കൊന്നായാലും ഇവിടെ വരത്തില്ല. കാരണം അവിടെ ഈസ് വെരി സേഫ് അവിടെ അല്ലേ? അമേരിക്കയിൽ പോയിട്ട് ഒരു ദ്വീപ് തന്നെ വിലയ്ക്ക് മേടിച്ചു. എന്തുമാത്രം $1 കോടി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അത്രയ്ക്ക് കാശുള്ള ആൾക്കാരാണ് കൂടെ നടക്കുന്നത്. പിന്നെ എന്താ, ഒരു 2 ദ്വീപ് ചോദിച്ചാൽ അവരെല്ലാവരും മാറ്റി കൊടുക്കാൻ റെഡിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഊടി ബലൂൺ കൂടി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെയുള്ള കള്ളന്മാരാണ് ഇവിടെ. അവരാണ് പറയുന്നത് എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് ദൈവം തന്നെ ഉണ്ട് അല്ലേ? ഇദ്ദേഹം അവിടെ പോയി സ്വന്തം നാണയം ഉണ്ടാക്കി, സ്വന്തം പാസ്പോർട്ട് ഉണ്ടാക്കി, സ്വന്തം സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കി അല്ലേ? അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ? അയാൾ ചിലപ്പോൾ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ് ഇത്രയും സ്വർണ്ണത്തിന് വില കൂടിയ സമയത്തും കുറെ കണക്കിനാണ് അയാൾ സ്വർണ്ണാഭരണം കിട്ടുന്നത്. കണ്ടിട്ടുണ്ടായിരുന്നു? ആ ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയുള്ള മൂഢന്മാരുണ്ട്. അതെന്താണ്? അവൻ കൃഷ്ണഭക്തനാണെങ്കിൽ അവൻ ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ അവൻ ഭ്രാന്തനാണ്. അപ്പോ കൃഷ്ണന്റെ ഭക്തനാണെങ്കിൽ അവന് ബുദ്ധിയുണ്ടെന്ന് അർത്ഥം അല്ലേ? അതല്ല എങ്കിലോ അവൻ എന്താ വിളിക്കാൻ? ഭ്രാന്തൻ എന്നാ വിളിക്കും, വട്ടെന്നാ വിളിക്കും അല്ലേ? അവന് വട്ടായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ പുറകെ പോകുന്നത്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവന് ആരായി തീരുമായിരുന്നു? കൃഷ്ണഭക്തനായി തീരുമായിരുന്നു എന്നാണ് ഇവിടെ ഉറക്കെ പറയുന്നത്. അവന് കൃഷ്ണനെ ദൈവമായി അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവന് മറ്റു പല ദൈവങ്ങളും ഉണ്ട്. മായാവര തത്വചിന്തകൾ എല്ലാവരും ദൈവമാണെന്ന് പറയുന്നു. എല്ലാവരും ദൈവമാണെങ്കിൽ പിന്നെ എന്താ അല്ലേ?
ശാസ്ത്രം പറയുന്നു യസ്തു നാരായണം ദൈവം ബ്രഹ്മ രുദ്രാദി ദൈവത. എന്താ ഇവിടെ പറയുന്നത്? സാധാരണ ദേവന്മാരെ കുറിച്ചല്ല, വലിയ വലിയ ദേവന്മാരെ പോലെ, ബ്രഹ്മദേവനും ശിവനെയും പോലെ എന്താണ് വിഷ്ണു തത്വമെന്നും എന്താണ് ജീവതത്വമെന്നും എന്താണ് ശക്തി തത്വമെന്നും കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവർക്കറിയില്ല. പരംഭാവം അജാനന്ദ മാമഭൂത മഹേശ്വരം. ഞാൻ പരമപുരുഷൻ. ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ പരമപുരുഷനാണ്. മറ്റൊരിടത്ത് ഭഗവാൻ പറയുന്നുണ്ട് മത്തപരതരം ഞാൻ എന്താണ് അല്ലെ, എന്നെക്കാൾ ഉയർന്ന വ്യക്തിത്വം ഇല്ല. ഇതാണ് വസ്തുത. ബ്രഹ്മസംഹിതയിൽ ഇപ്രകാരം പറയുന്നു അല്ലെ. അപ്പൊ എന്നെക്കാളും ഉയർന്നായിട്ടോ ഈക്വലായിട്ടോ അല്ലെ സമമായിട്ടോ ആരുമില്ല എന്ന് ഭഗവാൻ ഇവിടെ ഊന്നി പറയുന്നു. അതുപോലെ നമുക്ക് കേട്ടു അല്ലെ. ഇനി വേറെ ആരെങ്കിലും പറയണോ? വേണ്ട. എന്നാലും ബ്രഹ്മദേവനോട് പറയുന്നത് ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ഞാൻ പറഞ്ഞല്ലോ അതിനേക്കാളും ഒരു ഓതന്റിസിറ്റി വേറെ ഇല്ല. ആര്? ബ്രഹ്മദേവൻ പറയുന്നതിനേക്കാളും അപ്പുറത്ത് ഒരാൾ പറയാനില്ല. കാര്യം അത്രയ്ക്കും കണ്ടു വളർന്ന ഒരാളാണ് ആര്? ബ്രഹ്മദേവൻ അല്ലെ. ബ്രഹ്മദേവൻ അർത്ഥമൊക്കെ പറ്റി അത് പിന്നെയുള്ള കാര്യം. പക്ഷെ ആദ്യം കണ്ടപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ബ്രഹ്മസംഹിതയില് ഈശ്വര പരമ കൃഷ്ണ. കൃഷ്ണ പ്രത്യേകം പറയുന്നത്. നമുക്ക് കൃഷ്ണൻ പരമപുരുഷനാണ്. നമുക്ക് ദൈവമാകാം, എനിക്ക് ദൈവമാകാം, ആർക്കും ദൈവമാകാം. എന്നാൽ പരമമായ ദൈവം ഭഗവാൻ കൃഷ്ണനാണ്. നാം എല്ലാവരും ദൈവങ്ങളാണെന്ന് അംഗീകരിച്ചാൽ എന്നിട്ടും വേർതിരിവുണ്ട് അല്ലേ. നമ്മളെല്ലാവരും ദൈവമാണെങ്കിലും നമ്മളിപ്പോ എല്ലാവരും ദൈവമാണെന്ന് പറയാം എങ്കിൽ നമ്മൾ പറയും അല്ലേ, ഇത് ആൺ ദൈവമാണ്, ഇത് പെൺ ദൈവമാണ് അല്ലേ, ഇത് കുട്ടി ദൈവമാണ്, കൂടിയ ദൈവം, കുറഞ്ഞ ദൈവം അല്ലേ. അങ്ങനെയൊക്കെ വേർതിരിവുണ്ടാവും നമ്മളെ ഇടയിലാണെങ്കിലും. വ്യത്യാസമാണ്. മറ്റൊരു ദൈവത്തെക്കാൾ ശരി അത് നമ്മൾ അംഗീകരിക്കണം. അതിനാൽ ഈ വിധത്തിൽ ഏറ്റവും മികച്ച ദൈവം ആരാണെന്ന് നമ്മൾ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണനിലേക്ക് വരുന്നു. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. അതിനാൽ പരബ്രഹ്മം വ്യക്തിത്വമില്ലാത്തത് എന്ന് അവർ പറയുന്നു. വിഗ്രഹ വ്യക്തി. നിങ്ങളെയും എന്നെയും പോലെ വ്യക്തി എന്നാൽ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്ര ശക്തനാവാൻ കഴിയുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ശങ്കരാചാര്യന് കഴിയുന്നുണ്ടല്ലേ. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ശങ്കരാചാര്യ ഭഗവാനാണ് അല്ലെ. അദ്ദേഹത്തിനാണ്. അദ്ദേഹം ശിവഭഗവാന്റെ ഒരു അവതാരമായിരുന്നു, അവതാരമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളും ഇപ്പോൾ അല്ലെ പ്രാബല്യത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ അമ്പലത്തിലും നടക്കുന്നത്. അപ്പൊ അത്രയും ഉന്നതമായിട്ടുള്ള ഒരാളാണ് ശങ്കരാചാര്യൻ അല്ലെ. അദ്ദേഹം പോലും എന്തായിരുന്നു? ശിവഭക്തനായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഭഗവാന് രൂപമില്ലാന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അതറിയാം അല്ലേ. അദ്ദേഹം അങ്ങനെ ഒരാളായിരുന്നു. വ്യക്തിഗത രൂപമില്ലാന്ന് പറഞ്ഞിരുന്ന ആളാണ് ആര്? ശങ്കരാചാര്യൻ. എന്നിട്ട് അവസാനം അദ്ദേഹം എന്ത് പറഞ്ഞു? ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ പറഞ്ഞില്ലേ? അതിനോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ഭഗവാൻ തന്നെയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ആരുമില്ല എന്ന് ശങ്കരാചാര്യർ പോലും നമ്മളെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ മയ്യ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഒരു വലിയ ബിസിനസ്സുകാരൻ അദ്ദേഹം തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നു അല്ലേ. പക്ഷെ മുഴുവൻ ഫാക്ടറിയും മുഴുവൻ ബിസിനസ്സും എല്ലാം നയിക്കുന്നു. അത് സാധൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ അദാനിയെ കുറിച്ചിട്ട് അറിയാമല്ലോ അല്ലെ. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ എയർപോർട്ടിനോട് മേടിച്ചത് അല്ലെ. അദ്ദേഹം മേടിച്ചില്ലേ? എയർപോർട്ട് മേടിച്ചില്ലേ അല്ലേ. അപ്പൊ അത്രയും വലിയൊരു ബിസിനസ് മാനാണ്. ഈ അദ്ദേഹം എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആരെങ്കിലും കണ്ടിരുന്നു അല്ലേ? അദ്ദേഹം ഒരു ജോലിയും ചെയ്യില്ല. പിന്നെ ആരാ ചെയ്യുന്ന ജോലിയൊക്കെ? അദ്ദേഹം ഒരുപാട് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. വലിയ ആൾക്കാർ അല്ലെ. അവരാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ ജോലികൾ മുഴുവൻ ചെയ്യുന്നത്. അദ്ദേഹം രാവിലെ ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, രാത്രി ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, സുഖമായിട്ട് അവിടെയോട്ടൊക്കെ പോകും അല്ലേ. ഇതാണ് അദ്ദേഹം ചെയ്യുന്ന ജോലി. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതോ? ഇല്ല. അതുപോലെയാണ് ഭഗവാൻ അല്ലെ. ഭഗവാൻ ഒരു ജോലിയും ഭഗവാനോട് വെറുതെ ഇരിക്കുക, ഫ്ലൂട്ട് ഊതിക്കൊണ്ടിരിക്കുക അല്ലെ. യഥാർത്ഥമായിട്ട് വളരെ ആനന്ദിച്ച് നടക്കുന്ന ഒരാളാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഈ ജോലികളൊക്കെ ചെയ്യുന്ന ബാക്കിയുള്ള 33 കോടി ആൾക്കാർ. അതാരെ? 33 കോടി ദൈവന്മാർ അല്ലെ. അത് ഇംഗ്ലീഷിൽ വാക്കുണ്ട് ഡെമി ഗോഡ്സ് അല്ലെ. നമുക്ക് അതിന് തത്തുല്യമായിട്ടൊരു വാക്കില്ല. ദേവൻ എന്ന് പറയാൻ പറ്റും അല്ലെ. ദേവന്മാർ അല്ലെങ്കിൽ ദേവിമാർ അങ്ങനെ പറയാൻ പറ്റും.
അല്ലേ? പക്ഷെ ഡെമി ഗോഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണ് ഈ 33 കോടി ദൈവം. കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിലാണെങ്കിലും ഭഗവാന് ഒന്നും ചെയ്യാനില്ല. എന്തിനാണ് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാനുള്ളത്? അല്ലെ? അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദൈവമല്ല എന്നർത്ഥം, അല്ലെ? എങ്ങനെയുള്ള ദൈവമാണ് ഇവിടെ നമ്മൾ പ്രായോഗികമായ ഒരു വലിയ മനുഷ്യനെയോ ഒരു വലിയ മന്ത്രിയെയോ ഒരു വലിയ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഒക്കെ കാണുന്നു? അവര് വെറുതെ ഇരിക്കുക, മറ്റുള്ളവരാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു ജോലിയും ചെയ്യാനില്ല. അതുപോലെയാണ് ഭഗവാൻ കൃഷ്ണനും. ഭഗവാന് ഒന്നും ചെയ്യാനില്ല. കൃഷ്ണൻ ആസ്വദിക്കുന്നു. നാം കൃഷ്ണന്റെ രൂപം കാണുന്നത് പോലെ ഭഗവാൻ ശ്രീമതി രാധാറാണിയുമായി ആസ്വദിക്കുന്നു. അവനൊന്നും ചെയ്യാനില്ല. ഭഗവാന് ഒരു കാര്യം ഒരു ജോലി ചെയ്യാനില്ല. അത് വേദസാഹിത്യത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നു. എന്താണ്? ന തസ്യ കാര്യം കാരണം വിദ്യതേ. എന്തുകൊണ്ടാണ് ദൈവം എന്തെങ്കിലും ചെയ്യുന്ന തിരക്കിൽ ആവേണ്ടിയിരിക്കാത്തത്? അങ്ങനെ പരംഭാവം അജാനന്ദോ. ദൈവം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ദൈവം എന്താണെന്ന് അവർക്കറിയില്ല. നമുക്ക് ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ പ്രശസ്തി, ദൈവത്തിന്റെ വിനോദങ്ങൾ, ഈശ്വരന്റെ വ്യത്യസ്ത ശക്തികളുടെ പ്രകടനങ്ങൾ എന്നിവ ലഭിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പൊ പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമസ്കരിക്കും. ആദ്യം എന്താ ചോദിക്കാൻ അറിയാം? 7 നാടക ട്രൂപ്പിൽ ഇറങ്ങി വന്നതാണ്. കയ്യിൽ ഒരു ഓടക്കുഴിയിലും ഒരു കിരീടവും ഒരു മയിൽപ്പീലൊക്കെ വെച്ചിട്ടുണ്ട്. 7 നാടക ട്രൂപ്പിൽ എന്നല്ലേ അവർ ചോദിക്കുള്ളൂ. ഭഗവാനാണെന്ന് വിശ്വസിക്കുമോ? സ്ഥലം മാറിപ്പോയത് അല്ലേ? എന്നാലും നമ്മൾ വിശ്വസിക്കില്ല. കാര്യം എന്താണ്? നമ്മുടെ ഉള്ളില് കറുപ്പുണ്ട്, നമ്മുടെ ഉള്ളില് അഴുക്കുണ്ട്. ഭഗവാനെ കാണാനുള്ള ചക്ഷുഷ് നമുക്ക് കിട്ടിയില്ല, അല്ലേ? അതുകൊണ്ടാണ് സാക്ഷാൽ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടിൽ വന്നാലും നമുക്കൊരു സംശയം വരുന്നത്. ഇത് ഏതോ നാടക ട്രൂപ്പാണ്, ഇത് ഭഗവാനൊന്നുമല്ല, അല്ലേ? അതാണ് എന്തോ വേഷം പ്രസന്നനായിട്ട് വരും. ആ വേഷത്തിൽ വരില്ല, വന്നാലുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഭഗവാൻ അത് അറിയാമെന്നുള്ളതുകൊണ്ട് വരുന്നില്ല, വരൂല. ഇതിനെ വെറുതെ നാണയം കാട്ടില്ലേ? നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നില്ല, അല്ലേ? നമ്മളെല്ലാവരും നോക്കിച്ചിരിക്കുന്ന അല്ലേ? ഇതാണ് വേഷം, അല്ലേ? ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കണേ ചോദിക്കും. നമ്മൾ ആക്ഷേപിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ആക്ഷേപിച്ചാണെങ്കിലും ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കുന്നുള്ളതാണ് മറ്റൊരു വശം. നമ്മള് ഈ മാലയൊക്കെ ഈ ജപമാലയൊക്കെ തൂക്കി ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവരെന്താ ചോദിക്കാൻ? ഒരു മുസ്ലിമിന്റെ കടയാണ് പോയെന്ന് ചോദിക്കും. അവരെന്താ ചോദിക്കാൻ? നമ്മളെ അറിയുന്നവരാണ്. അറിയുന്ന വെച്ചാൽ പേഴ്സണലായിട്ടല്ല, ഈ മാലയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ആരാണ് മാലയെ കൊണ്ട് നടക്കുന്നത്, ഈ കുറിയെ കെട്ടി നടക്കുന്ന ആരാണെന്ന് അവർക്ക് അറിയാം. അവരെന്താ ചോദിക്കാൻ? നിങ്ങൾ ഇസ്കോൺകാരാ, ഹരേ കൃഷ്ണക്കാരാ ചോദിക്കാം, അല്ലേ? അവര് വളരെ ഹാപ്പി ആയിട്ടാണ് ചോദിച്ചത്, വളരെ സന്തോഷമായിട്ടാണ് ചോദിച്ചത്. ഒരുപാട് കളിയാക്കി രീതിയിലാണ് അവർ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണക്കാരാ, അല്ലേ എന്നുള്ള നിലയിലാണ്. പക്ഷേ ഭഗവാൻ നമുക്ക് തരുന്നതിനേക്കാളും മേടിച്ച് അവനാണ് കൊടുക്കണം. എന്താ കാര്യം? അവനിപ്പോ എന്താ പറഞ്ഞേ? നിങ്ങൾ ഹരേ കൃഷ്ണക്കാര എന്ന് ചോദിച്ചില്ലേ? അങ്ങനെയെങ്കിലും അവൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞില്ലേ? ഭഗവാൻ അതെ കൊണ്ട് ഏറ്റെടുക്കും. ഭഗവാൻ ഇല്ലല്ല, അവൻ മനഃപൂർവ്വം വളരെ കാര്യമായിട്ടാണ് എന്നെ വിളിച്ചത്. അതാണ് ഭഗവാൻ. അങ്ങനെയെങ്കിലും അവൻ എന്റെ അടുത്തേക്ക് വരട്ടെ എന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്, അല്ലേ? എന്താണ് ഭാഗവതത്തിലെ ശ്ലോകം? എന്താണ്? അല്ല, ഈ ഒരു പാരിഹാസ്യം, സാങ്കേതികം പാരിഹാസ്യം. യെസ്, അങ്ങനെ നമ്മൾ സാങ്കേതികമായിട്ടാണെങ്കിലും പരിഹസിച്ചതാണെങ്കിലും ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞാൽ, മന്ത്രം പറയണ്ട, ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ, അല്ലേ? അവൻ രക്ഷപ്പെടുകയാണ്. അവൻ രക്ഷപ്പെടുകയാണെങ്കിൽ 16 മാല മനഃപൂർവ്വം കുത്തിയിരുന്ന് ജപിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്ത് പറയാനുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും നമ്മള് പരലോകത്തിലെത്തും, നമ്മള് ഭഗവാന്റെ ധാമത്തിലെത്തും, സംശയം വേണം, അല്ലേ? നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, ഇല്ലേ? മാറി അവർക്കൊക്കെ അത്രയും സാധനം കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കാര്യം എന്തുവായിരിക്കും? അവരറിയാവുന്നവരെ ആക്ഷേപിക്കണം. അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ അമ്പലത്തിലെ പ്രേമകുമാരൻ പ്രഭു പറഞ്ഞാണ്, പണ്ടൊക്കെ ആദ്യമായിട്ടൊക്കെ ഈ അമ്പലത്തിന് തൊട്ടടുത്തുള്ള പ്ലാഗയില് അവിടെയുള്ള അടുത്തുള്ള വീടുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ആക്ഷേപമായിരുന്നു. നിങ്ങൾ എന്തിനാ വേണ്ടത്? പൈസ പിടിക്കാൻ വന്നത്, ഈസ്കോളുകാർ പൈസ പിടിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപമുണ്ട്. ഇപ്പോ ചെന്ന് കഴിഞ്ഞാല് ഏത് പാതിരാത്രിക്കും ഈ എന്താണ് പ്രേമകുമാരൻ പ്രഭുവിനും വിശ്വനാഥ് പ്രഭു ഇവിടെ വരുന്ന വിശ്വനാഥ് പ്രഭു ഫോട്ടോ എടുക്കണം, അല്ലേ? അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടോന്നറിയില്ല. അവർക്ക് രണ്ടുപേർക്കും ഏത് വീട്ടിലും എല്ലാം എപ്പോ ആണെങ്കിലും കരുതില്ല. അവർ വളരെ
വളരെ ഭവ്യതയോടുകൂടി സ്വീകരിച്ച് അകത്തിരുത്തി അവർക്ക് വെള്ളവും അതൊക്കെ കൊടുത്തിട്ട് അല്ലെ വേറെ എന്തായാലും പഴം ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടാണ് വിടുക അല്ലെ. അവർക്ക് ഇഷ്ടമുള്ള ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, കാശ് കൊടുക്കും അല്ലെ. ഇങ്ങോട്ട് പറഞ്ഞ് ചോദിക്കാൻ തന്നെ കൊടുക്കുന്ന ഒരു സ്റ്റേജിലെത്തിക്കും. മനസ്സിലല്ലേ? അപ്പോ തീർച്ചയായിട്ടും ഇസ്കോൺ ഡിവോട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബഹുമാനം വരുന്നു. ഓൾറെഡി അല്ലെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി നമ്മള് ഇതാണ് വെറുതെ നടക്കുകയല്ല, അല്ലെ ഭഗവാന്റെ കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ആൾക്കാരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് പറ്റിയത്. ഇപ്പോ ആ ഒരു മാറ്റം ആൾക്കാരിലുണ്ട്. ശരിക്കും ഇത് നമ്മുടെ എന്താണ് ആര് പറഞ്ഞു, പ്രേമകുമാരി മുഴുവനോട് പറഞ്ഞതാണ്. ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, ഭയങ്കര ബഹുമാനമാണ്, ഭയങ്കര സ്നേഹമാണെന്നാണ് ആൾക്കാർ. അതെ, മാതാപിതാക്കന്മാർക്ക് വളരെ കാര്യമായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബുക്ക് കൊടുക്കാനാണ് ഇപ്പോൾ ചെല്ലുന്നെങ്കിൽ അവരൊരു ബുക്കെങ്കിലും മേടിച്ചു, അവല്ല എന്തെങ്കിലും പിരിവിനാണ് പോകുന്നെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പൈസ അവരാർക്ക് പോയി പൈസ എടുത്തത് കൊടുക്കും. എന്നിട്ട് അവർ വെറുതെ വിടുന്നില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ട് കൊടുക്കും. അവിടെ പഴമോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് കൊടുക്കും അല്ലേ. ആ ലെവലിലേക്ക് ആൾക്കാർ മാറുന്നു അല്ലേ. അതൊരു പ്ലസ് പോയിന്റ് അല്ലേ അല്ലേ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ജപിച്ചുകൂടെ അല്ലേ? എങ്ങനെ ജപിക്കും? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ. ഇന്ന് ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വളരെ ആദ്യമായിട്ടാണോ? ഒരാളേ ഉള്ളൂ? കൈ നോക്കാമോ? 1 2 3 4. ആദ്യമായിട്ട് വന്നു. താങ്ക് യു പറഞ്ഞു. ഹരേ കൃഷ്ണ. ഞാൻ ചോദിച്ചു, വെറുതെ ചോദിച്ചാ. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോ എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല അല്ലേ. മാലിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ? ആദ്യമായിട്ട് വന്ന് മാലി മനസ്സിലാവുന്നു. അതെ. അപ്പോ അങ്ങനെ വരം ഭാവം അജാനന്തോ, ദൈവം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ദൈവം എന്താണെന്ന് അവർക്കറിയില്ല. നമുക്ക് ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ പ്രശസ്തി, ദൈവത്തിന്റെ വിനോദങ്ങൾ, ഈശ്വരന്റെ വ്യത്യസ്ത ശക്തികളുടെ പ്രകടനങ്ങൾ എന്നിവ ലഭിച്ചു. എല്ലാം അവിടെയുണ്ട്. എന്നിട്ടും നമ്മൾ ഈശ്വരനെ അന്വേഷിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഞാനൊരു മനുഷ്യദൈവത്തെ നിർമ്മിക്കുന്നു, അതുകൊണ്ട് നമ്മൾ മൂഢന്മാരാണ്. അവജാനന്തി മാ മൂഢ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. ഇന്ത്യയിൽ ആചാര്യന്മാരുണ്ട്. നമ്മുടെ മുഴുവൻ നാഗരികതയും ആചാര്യന്മാരാൽ നയിക്കപ്പെടുന്നു. ആചാര്യവാൻ പുരുഷോ വേദം. നാം ആചാര്യനെ സ്വീകരിക്കണം. ഇന്ത്യയിൽ നമ്മുടെ സംസ്കാരം, വൈദിക സംസ്കാരം ആചാര്യന്മാരെ ആശ്രയിച്ചിരിക്കുന്നു. വൈഷ്ണവ ആചാര്യന്മാരും മായാവാദി ആചാര്യന്മാരും ഉണ്ട്. ശങ്കരാചാര്യൻ മായാവാദിയാണ്. എന്നിട്ടും അദ്ദേഹം കൃഷ്ണനെ, പുരുഷനായ ഭഗവാനെ അംഗീകരിച്ചു. ആര്? ഈവൻ ശങ്കരാചാര്യൻ അല്ലേ. നമുക്ക് പലതും അറിയില്ല. നമുക്കിതൊക്കെ പറഞ്ഞത് ആരാണ്? നമ്മുടെ ആചാര്യന്മാരാണ് അല്ലെ, നമ്മുടെ ഗുരുക്കന്മാരാണെന്ന് പറഞ്ഞത് അല്ലെ. നമ്മുടെ ഇത് ശിക്ഷാഗുരു അല്ലെങ്കിൽ ദീക്ഷാഗുരു, ഇവരാണ് നമുക്കിതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മൾ അവരിൽ നിന്നാണ് കേൾക്കുന്നത് അല്ലെ. രാധാറാണിയെ കുറിച്ചിട്ട് ഭാഗവതത്തില് അല്പം പോലും പറയുന്നുണ്ട്. ഒരു വാക്ക്, ചെറിയൊരു വാക്യം കണ്ടാണ് പറയുന്നത് അല്ലെ. എന്താ പറയുന്നത്? ആരാധിത അല്ലെ. ആരാധിത എന്ന് മാത്രമേ പറയുന്നു. ആ ഒരൊറ്റ വാക്കാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നു എന്താ അങ്ങനെ പറയാത്തത്? അവര് തന്നെ വ്യാസദേവനാണെങ്കിലും അങ്ങനെയുള്ള മഹർഷിമാർ പോലും പറയുന്നത് എനിക്ക് അതിന് അമ്മയെ കുറിച്ചിട്ട് പറയാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ പ്രഭുപാദരോട് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെ, രാധാറാണിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പ്രഭുപാദ് പറയും, നിങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയില്ല, നിങ്ങൾക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷെ എനിക്ക് അത് പറയാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല അല്ലെ. നിങ്ങൾക്ക് കേൾക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ കാണും, പക്ഷെ എനിക്കത് പറയാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് ആരാ പറഞ്ഞ? പ്രഭുപാദനാ പറഞ്ഞത്. നമുക്കിതെല്ലാം പറഞ്ഞത് പ്രഭുപാദ് അല്ലേ. ഈശ്വരനാര്, കൃഷ്ണനാര്, നമ്മളാര്, നമുക്ക് ബന്ധം എന്താണൊക്കെ പറഞ്ഞത് പ്രഭുപാദനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതത്തിലൊന്നും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് രാധാറാണിയെ കുറിച്ചുള്ള എല്ലാ കഥകളും പറയും. അതെങ്ങനെയാണ്? ഇവിടെ ഒരു എഴുതി വെച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെയാണ്? ആരും എഴുതി വെച്ചിട്ടില്ല. ഒരു ഭാഗവത്തിലും പറയുന്നില്ല, ഒരു വേറെതിലും പറയുന്നില്ല രാധാറാണിയെ കുറിച്ചിട്ട്. പിന്നെ നമുക്ക് എങ്ങനെ രാധാറാണിയെ കുറിച്ച് അറിയാം? ആചാര്യന്മാരിലൂടെ. യെസ്, വെരി ഗുഡ് അല്ലേ. ഇസ്കോണിലുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടാണ് നമുക്ക് അറിയുന്നത്. എല്ലാം അവരുടെ ഉള്ളിലേക്കാണ് പ്രകാശം വരുന്നത് അല്ലെ. ആ പ്രകാശത്തിലൂടെയാണ് നമ്മള് രാധാറാണിയെ നോക്കിക്കണ്ടത്. നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എവിടുന്നാണ്? ആചാര്യന്മാരുടെ വാക്കിൽ നിന്നാണ്. അവരുടെ ഉള്ളിലെ ഹൃദയത്തിൽ കൊടുത്തു ആ ജ്ഞാനം. അവരാണ് അത് കുറച്ചായിട്ട് നമുക്ക് തന്നത്. അതുകൊണ്ടാണ് നമുക്ക് രാധാറാണിയെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നോക്കണം അതിന്റെ ഗുഹ്യത്വം എന്താണ് അല്ലെ. ഇത്രയും രഹസ്യമാണ് എന്താ ഭഗവാന്റെ രാധാറാണിയുടെയൊക്കെ. അപ്പൊ ചിലപ്പോൾ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
രാധേ രാധേ എന്ന് പറയാനുള്ള യോഗ്യത ഇല്ല നമുക്ക്. അത് ഒരു കൂട്ടർക്ക് മാത്രമേ ആ യോഗ്യത ഉള്ളൂ. ആർക്കെന്നറിയാം? വൃന്ദാവനത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ. വൃന്ദാവനത്തിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ യാതൊരു വൃത്തി ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ ഈ ചക്ഷുഷ് വൃത്തിയുടെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വൃത്തിയില്ല അല്ലേ. അവിടെ ആൾക്കാരൊക്കെ സാധിക്കുന്നതൊക്കെ റോഡ് സൈഡിൽ ഇരുന്നിട്ടാണ് അല്ലേ. അത് കണ്ടിട്ട് അവിടെ കക്കൂസൊക്കെ മെയിൻ റോഡിൽ അല്ലേ, ഓപ്പൺ കക്കൂസാണ്. അതൊക്കെ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല അല്ലേ. അയ്യേ ഇവരൊക്കെ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ എന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. അത് അപരാധമാണ്. അങ്ങനെ ചെയ്യാൻ പോലും പാടില്ല. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, ആചാര്യന്മാർ പറയുന്നതാണ്, നിങ്ങൾ ആദ്യം മായപ്പൂർ പോകണം, അവിടെ പോയി ഇതെല്ലാം പഠിച്ചിട്ട് വേണം പിന്നെ എവിടെ പോകാൻ, വൃന്ദാവനിൽ പോകണം. നമ്മളാണെങ്കിലോ ഓടിച്ചാടി നേരെ വൃന്ദാവനത്തിൽ നിന്ന് പോകും അല്ലേ. പോകാൻ പാടില്ല. കാര്യം എന്താണ്? നമ്മൾ ഈ അപരാധം ചെയ്യും പ്രവർത്തിക്കും എന്നുള്ളതുകൊണ്ടാണ് ആചാര്യന്മാർ നമ്മളോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ആദ്യം നിങ്ങൾ മായപ്പൂരൊക്കെ പോയി പുരിയിലൊക്കെ പോയിട്ട് അതൊക്കെ പഠിച്ചിട്ട് പതുക്കെ ആ ഒരു സ്റ്റേജിൽ എത്തിയതിനു ശേഷം നിങ്ങൾ വൃന്ദാവനത്തിൽ പോകാൻ പാടുന്നതാണ് അല്ലേ. വൃന്ദാവനത്തിന്റെ ആ പ്യൂരിഫിക്കേഷൻ അത്രയ്ക്കാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപരാധം ചെയ്യാൻ തോന്നും. അവിടെയുള്ള കുരങ്ങന്മാർ പോലും പക്ഷിശാസ്ത്രം പാസ്സായതാണ്. മനസ്സിലായില്ലേ? അത്രയും എന്താണ് പുണ്യമായിട്ടുള്ളൊരു ഭൂമിയാണ് എന്ത് വൃന്ദാവനം. നമ്മൾ അവിടെ പോയി കാല് കുത്തണമെങ്കിൽ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അല്ലാതെ പോയിട്ട് ഒരു കഥയുമില്ല. അപ്പോഴാണ് നമ്മൾ ഈ പബ്ലിക് ഈ ടോയ്ലറ്റ് കാണുന്നത്. അങ്ങനെ കാണാനേ പാടില്ല. ഒരു തെറ്റുപോലും നമ്മുടെ മനസ്സ് പോലും ചിന്തിക്കാൻ പാടില്ല. അത്രയ്ക്ക് അപരാധമാണ്. ആരുടെ? അതെല്ലാം രാധാറാണിയുടെ ആൾക്കാരാണ്. നമുക്ക് എന്തുകൊണ്ട് വൃന്ദാവന ഭൂമിയിൽ ജനിക്കാൻ പറ്റിയില്ല? നമ്മൾ അത്രയും ഭാഗ്യമില്ലാത്തതുകൊണ്ട് അല്ലേ. അവരെ കണ്ട ഒരു വൃത്തി ഉണ്ടാവില്ല. അവരെ കണ്ട പാപ്പരാണ് അല്ലെ, വളരെ പാപ്പരാണ്. പക്ഷേ അവർ മനസ്സുകൊണ്ട് വളരെ ധനികരാണ്. നമ്മൾ ഈ വൃന്ദാവനത്തിൽ നടന്നു പോകുമ്പോൾ എല്ലാ വീട്ടിന്റെ ഫ്രണ്ടിലും കുടവും വെള്ളവും വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ ചില വീട്ടിലൊക്കെ ആണെങ്കിൽ പഴവും അങ്ങനെ എന്തെങ്കിലും ഭക്ഷിക്കാനുള്ള കാര്യം നടന്നു പോകുമ്പോൾ ആൾക്കാരെ വിഷമിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. അവർക്ക് ഭക്തി കൂടുതൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പ്രഭു, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അല്ലേ. അവർ ഭക്തിയിലാണ് കൂടുതൽ നോക്കുന്നത്. അതെ അതെ ആ യെസ്. നമ്മളൊരാൾ മാറി കടന്നു ചോദിക്കും. അവരാണെങ്കിൽ അതെ അതെ പറയും അല്ലേ. സൈക്കിൾ കൃഷിക്കാരും ഇങ്ങനെ മണിയടിക്കില്ല, അതെ 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 പറയുന്നതാണ് പോകുന്നത് അല്ലേ. അത് കേൾക്കുമ്പോഴാണ് മാറുന്നത്. അവർക്ക് മാത്രമേ അത് പറയാനുള്ള യോഗ്യതയുള്ളൂ. നമുക്ക് ആ യോഗ്യത തന്നിട്ടില്ല. ആചാര്യൻ പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് മാറി. യെസ്, നമ്മൾ അത്രയും പ്യൂർ അല്ല, അതുകൊണ്ടാണ് അത് പറയാൻ പാടില്ലെന്ന്. പക്ഷെ ഇത് പറയാനുള്ള യോഗ്യത ഉള്ളത് ആർക്കാണ്? വൃന്ദാവനത്തിലുള്ള കുരങ്ങന്മാർക്ക് പോലും ആ യോഗ്യത ഉണ്ട്, നമുക്കില്ല. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വൃന്ദാവനത്തിനകത്ത് ജനിക്കാതെ വെളിയിൽ ജനിച്ചത്. ഇന്ത്യയിൽ ജനിക്കാന്ന് പറയുന്നത് ഇവിടെ ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് വളരെ 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 അപൂർവമാണ് അല്ലേ. വളരെ അല്ല എല്ലാം. അതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ എത്രയോ ജന്മങ്ങളിലെ സുഹൃത്തും ചെയ്തെങ്കിലേ ഒരു മനുഷ്യജന്മം കിട്ടും. നമുക്ക് അത് അത്ര എളുപ്പമല്ല. നമുക്കിത് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലേ. പക്ഷേ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടണമെങ്കിൽ അത്രയും നമ്മൾ പുണ്യം ചെയ്യണം. അതിലും നമ്മൾ ഭാരതവർഷത്തിൽ ജനിക്കണമെങ്കിൽ അത്രയ്ക്കും കൂടുതൽ പുണ്യം കിട്ടും അല്ലേ. ഈ മറ്റുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി അവിടെ ജനിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അത്രയും പുണ്യം കിട്ടാത്തതുകൊണ്ടാണ്. അവര് ഈ ഭാരതവർഷത്തിൽ ജനിക്കാൻ പറ്റാത്തത് അവർ അത്രയും പുണ്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അല്ല ഒരിക്കലും. അത് ഭാഗവത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഭാരതവർഷത്തിലുള്ളവരാണ്. പിന്നെ പണ്ടൊക്കെ ഭാരതവർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അതിലെ ഭാരതം എന്ന് പറയുന്ന രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഭാരതവർഷമാണ് ഈ രാജ്യം, ഈ ലോകം മുഴുവൻ എല്ലാവരും ഭാരതമാണ് ഭരിച്ചിരുന്നത്. പണ്ട് നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ കാണുന്നുണ്ട്, ഭാഗവത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതില് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പേരാണ്. നേരത്തെ ഭാരതം എന്നുള്ള പേര് തന്നെയാണ്. അത് ഭാരതം എന്നുള്ള രാജ്യം തന്നെയാണ്. ആ രാജ്യത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് അല്ലേ. അപ്പൊ അത്രയ്ക്കും നമ്മൾ പുണ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഭാരതവർഷത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ചത്. അതിനേക്കാളും പുണ്യം ചെയ്യണം നമ്മൾ എവിടെ ജനിക്കണമെങ്കിൽ വൃന്ദാവനത്തിൽ. അതുകൊണ്ടാണ് ചിലര് വൃന്ദാവനത്തിൽ പോയി സ്ഥലമൊക്കെ മേടിച്ച് അവിടെ താമസിക്കാനുള്ള ശ്രമം ചെയ്യുന്നു അല്ലേ. എന്തിനാണ്? അവിടെ കിടന്ന് മരിക്കാൻ വേണ്ടിയാണ്. അതിനും ഭഗവാൻ വിചാരിച്ചാലേ നമുക്ക് അവിടെ കിടന്ന് മരിക്കാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസം നമുക്കൊരു ഒരു ശ്വാസം മുട്ടൽ വരും, നമ്മളെ എടുത്തോണ്ട് നേരെ കൽക്കട്ടയ്ക്ക് പോകും. നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് അടുത്തോട്ട് പോലെ കിടന്നു പറയാൻ പറ്റില്ല, അങ്ങനെ കിടക്കുക അല്ലേ. നമ്മളെ എടുത്താൽ നേരെ കൽക്കട്ടയ്ക്ക് പോകും. കൽക്കട്ടയ്ക്ക് പോകും, ബും. നമുക്ക് ആരെങ്കിലും പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് വിധി ഉണ്ടെങ്കിൽ, നമ്മൾ അത്രയും പ്യൂർ ആണെങ്കിൽ നമുക്ക് അവിടെ കിടന്ന് മരിക്കണം. അതുകൊണ്ട് നമുക്ക് അവിടെ കിടന്ന് മരിക്കാന്ന് പറഞ്ഞാൽ ആരും പോയി വൃന്ദാവനത്തിൽ പോയി സ്ഥലം മേടിച്ചിട്ട് ഒരു കഥയും അല്ലേ. അത്രയും പ്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വൃന്ദാവനത്തില് നമുക്ക് ദേഹം വെടിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും പുണ്യമായിട്ടുള്ള സ്ഥലമാണ് ശ്രീ വൃന്ദാവനം. ഭഗവാൻ സ്വയം കൃഷ്ണ ദേവകി നന്ദന. രാമാനുജാചാര്യരുടെ, മധ്യാചാര്യരുടെയും മറ്റു ആചാര്യന്മാരുടെയും ആചാര്യം പറ്റി എന്ത് പറയേണ്ടത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആചാര്യന്മാർ പ്രത്യക്ഷപ്പെട്ടത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പാണ് ചൈതന്യ മഹാപ്രഭു പ്രത്യക്ഷപ്പെട്ടത്. പരമപുരുഷനായ കൃഷ്ണനെ അദ്ദേഹം സ്വീകരിച്ചു. നാം ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളാണ്. ആചാര്യവാൻ പുരുഷോ വേദം. ആചാര്യനെ പിന്തുടരുന്ന ഒരാൾ അവൻ കാര്യങ്ങൾ ഉള്ളതുപോലെ അറിയുന്നു. അതുകൊണ്ട് നാം ആചാര്യവാനാകുന്നെങ്കിൽ അതാണ് വേദോപദേശം. തത് വിജ്ഞാനാർത്ഥം സദ്ഗുരും ഏവ അഭിഗച്ഛതി. ഈശ്വരൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ശാസ്ത്രങ്ങളിലെല്ലാം വിവരിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയാത്തതിനാൽ നമുക്ക് ഗവേഷണം നടത്താൻ കഴിയില്ല. ഇവിടെ ഈ ഭഗവത്ഗീതയിൽ സൂചനകളുണ്ട്. മത്ത പരതരം അല്ലേ പറയുന്നുണ്ട്. എന്നേക്കാൾ ശ്രേഷ്ഠനായി മറ്റാരുമില്ല. അതിനാൽ ഇതാണ് ദൈവത്തിന്റെ കുറുക്കുവഴി നിർവചനം. ദൈവവും ഒരു വ്യക്തിയാണ്, എന്നാൽ ഭഗവാൻ ഏറ്റവും ഉയർന്ന വ്യക്തിയാണ്. ഭഗവാൻ ജീവജാലങ്ങളിലും പ്രധാനിയാണ്. നിത്യവും നിത്യാനാം. ഭഗവാൻ എല്ലാ ജ്ഞാനികളിലും ഏറ്റവും ജ്ഞാനിയുമാണ്. ചേതനശ്ചേതനാനാം. ഭഗവാൻ പരിപാലിക്കുന്നവരാണ്, നാം പരിപാലിക്കപ്പെടുന്നവരാണ്. ഏകോയോ ബഹുനാം വിദദാതി കാമാൻ. നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നൽകുന്നത് ആ ഏകനായ ഭഗവാനാണ് അല്ലേ. അതാണ് പറയുന്നത്. എന്താണ് വാഗ്ദൂരിയ ദൈവം അന്നവും തരും പറഞ്ഞു കേട്ടിട്ടില്ലേ അല്ലേ. ഭഗവാൻ നമുക്കുള്ള എല്ലാം തരുന്നുണ്ട്. അതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത്. നമ്മളൊക്കെ അതുകൊണ്ട് തൃപ്തിയില്ല അല്ലേ. നമുക്ക് മാത്രം പോരാ, പിന്നെയോ നമ്മുടെ മക്കൾക്ക് ജീവിക്കണം, അവരുടെ മക്കൾക്ക് ജീവിക്കണം, അവരുടെയും മക്കൾക്ക് ജീവിക്കണം അല്ലേ. അതിനുവേണ്ടിയുള്ള പത്രപ്പാടിലാണ് നമ്മൾ ഓരോരുത്തരും ഓടുന്നത് അല്ലേ. അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നത് അല്ലേ. ഭഗവാൻ എന്തെങ്കിലും നമുക്ക് നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. അതില് നമ്മൾ എത്രമാത്രം സംതൃപ്തരാണോ അത്രയ്ക്കും നമ്മൾ ഭാഗ്യവാന്മാരും അത്രയും നമ്മൾ സന്തോഷവാന്മാരുമാണ്. ഈ ആചാര്യന്മാർ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. അതായത് നമ്മള് ഒരു ചാക്ക് അരി ഇപ്പൊ വെളിയിൽ കൊണ്ടുവച്ചാൽ കിളികളൊക്കെ ഉണ്ടല്ലോ അല്ലേ, കൊച്ചു കിളികൾ. ആ കിളികൾ എന്ത് ചെയ്യും? അവരെ ചുണ്ടിക്കൊള്ളുന്നത് മാത്രം എടുത്തിട്ട് അവർ സന്തോഷമായിട്ട് പറഞ്ഞു പോകും അല്ലെ. അവർ തിരിച്ചു വരുമോ? ഇല്ല. അവരത് കൊണ്ടുപോയി കൊത്തി തിന്നുകൊണ്ടിരിക്കും. ബാക്കി ഫാമിലി എല്ലാവരും കൊടുക്കും അല്ലേ. അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും എല്ലാവരും കൊടുത്ത് അത് ശരിച്ചുകൊണ്ടിരിക്കും അല്ലേ. നേരെ അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അതുവഴി വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും? ആ ചാക്കോടെ തൂക്കിയുള്ളൂ, ചാക്കോടെ വെച്ചേക്കരുത് അല്ലേ. എനിക്ക് വേണം, എൻ്റെ എല്ലാവർക്കും വേണം അല്ലേ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം തൂക്കിക്കൊള്ളൂ. അപ്പോ ആം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം ഭൂതഭാവ സമന്താം. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. അഹം സർവസ്യ പ്രഭോ അല്ലെ. എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്, എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും അല്ലേ. മറ്റുള്ളവർക്ക് ഇസ്കോണിനെ കുറിച്ചുള്ള ഒരു പരാതി ഇതാണ്. പലരും ഇവിടെ വരാത്ത കാര്യം അതാണ്. എന്താണ്? നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ മാത്രമേ ആരാധിക്കുള്ളൂ. നമുക്കത് പോലെ നമുക്ക് ഈ വഴി കാണുന്ന എല്ലാവരെയും ആരാധിക്കണം അല്ലേ. നിങ്ങളെ സമ്മതിക്കില്ലല്ലോ. അവരാണ് അവിടെ വരെത്താൻ പറഞ്ഞത്. അവര് പറയത്തില്ലല്ലോ അല്ലേ. അവര് ആരെയാണോ ഭജിക്കുന്നത് അവരാണ് ഏറ്റവും വലുത്. അതിന്റെ അപ്പുറത്തേക്ക് ആരില്ല അല്ലേ. എല്ലാവരും അതിന്റെ താഴെയാണെന്ന് പറയും. അവര് പറയും 10 അവതാരത്തിൽ ഒന്നല്ലേ കൃഷ്ണൻ, പിന്നെ എന്താ നിങ്ങൾ ഇത്ര കൂട്ടിപ്പിടിക്കണം ചെയ്യും അല്ലേ. പുത്രന്റെ ദേവകിയുടെ 8ാമത്തെ പുത്രനല്ലേ അല്ലേ. പിന്നെ എങ്ങനെയാണ് ഇത് സർവോത്തമനായത് എന്നൊക്കെയുള്ള ചോദിച്ചു അല്ലേ. അതുകൊണ്ടാണ് പലരോട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പറഞ്ഞു അഹം സർവസ്യ പ്രഭോ. ഭഗവാൻ പറയാനത് എല്ലാം എന്നിൽ നിന്നാണ് വന്നത്. ഇവിടെയുള്ള ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പാടാണ് അല്ലേ. ആദ്യമായിട്ട് വരുന്നവരെ കണ്ടുമുട്ടിരിക്കണം. ഇതൊക്കെ വാസ്തവം തന്നെ അല്ലേ. നമ്മൾ ഇതുവരെ അതൊന്നും അല്ലേ കേട്ടത്
നിങ്ങൾ എന്താ പറയണേ? ഹരേ കൃഷ്ണ 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 ഹരേ. നമ്മളതെല്ലാം പഠിപ്പിച്ചു. നമ്മളെയൊക്കെ പഠിപ്പിച്ച എങ്ങനെയാണ്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഇങ്ങനെയെല്ലാം പണ്ട് ജപിച്ചിരുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. അന്ന് നമുക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല, അല്ലേ? അപ്പൂപ്പിനെ അമ്മൂമ്മ പേടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മള് രാമനാമം ജപിക്കുന്നത്, അല്ലേ? പോയിട്ട് നാമം ജപിക്കാൻ പറയും. അതുകൊണ്ടാണ് നമ്മൾ ഓടിപ്പോയി നാമം ജപിക്കുന്നത്, ഉറക്കെ ജപിക്കും, അല്ലേ? നമ്മളൊക്കെ ചെയ്തിരുന്നത്, ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്തിനാണ് ജപിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. ജപിക്കണം, അമ്മൂമ്മയെ ഒപ്പം ഇങ്ങനെ നോക്കിയിരിക്കണം, അല്ലേ? അവരെ പേടിച്ചിട്ടാണ് ജപിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചീത്ത പറയും. അപ്പൊ നമ്മളെന്താ ചെയ്യാ? അതുവഴി പോകുന്ന ഉറുമ്പും ഈ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ പിടിച്ചിട്ട് ഈ തീയിലോട്ട് കാണിക്കും, വിളക്കിലോട്ട് കാണിക്കും. അതിങ്ങനെ പിടച്ച് ചാവന കാണുമ്പോൾ നല്ല രസമാണ്, അല്ലേ? നാമം ജപിക്കുക, ഒരു ആത്മാവിനെ അടക്കുന്നു. അങ്ങനെ എത്ര ആത്മാവിനെ കൊന്നിട്ടുണ്ടാവും, അല്ലേ? നമുക്കറിയത്തില്ല എന്തിനാണ് നമ്മൾ നാമം ജപിക്കണം. ചിമ്മിനിയിൽ കൊണ്ട് കാണിക്കും. രാമ 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 പടക്കണ്ടത്, അല്ലേ? ഇതാണ് നമ്മുടെ ജോലി. ഇങ്ങനെയാണ് നമ്മൾ ജപിച്ചിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായത്. നാമം ജപിക്കുന്നത് എന്തിനാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും, അല്ലേ? ആര് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ആൾക്കാർ നമ്മളോട് പറയുന്നത്. നിങ്ങൾ രാമ നല്ലല്ലേ തുടങ്ങുന്നത്, കൃഷ്ണ നല്ലേ തുടങ്ങുന്നത്. അപ്പോ ഇനി പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ്? ബുദ്ധിമാന്മാരാണോ അവർ കൃഷ്ണാബോധം ഉള്ളവരായിരിക്കും. അപ്പൊ കൃഷ്ണാബോധം ഇല്ലാത്തവരാണെങ്കിലോ അവരെന്ത് വിളിക്കും? ഭ്രാന്താണെന്ന് വിളിക്കണം, അല്ലേ? നിനക്ക് ഭ്രാന്താണെന്ന് പറയാം, നിനക്ക് വട്ടാണെന്ന് പറയാം, അല്ലേ? അതാണ് പറയുന്നത്. കൃഷ്ണായേ ഭജേ സേ ബഡ ചതുര. ചതുര എന്ന് പറഞ്ഞ ബുദ്ധി. വളരെ വളരെ ബുദ്ധിമാന്മാരായിരിക്കാതെ ആർക്കും കൃഷ്ണാബോധവും കൃഷ്ണഭക്തന്മാരും ആകാൻ കഴിയില്ല. മൂഢനായി തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രവർത്തിയതേ, അല്ലേ? ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കൃഷ്ണാബോധം കിട്ടുന്നത്. നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, മനുഷ്യനായിട്ട് തന്നെ ജനിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മളെ കൃഷ്ണാബോധത്തിലേക്ക് വന്നില്ല. അപ്പൊ ഈ നടക്കുന്ന ആൾക്കാരൊക്കെ ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ട്, എത്ര ജന്മം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ ഇവിടെ വരിക, അല്ലേ? അവർക്കൊക്കെ വളരെ ഹതഭാഗ്യരാണ്. അവർക്ക് എന്തുകൊണ്ട് അവർക്ക് ഈ കൃഷ്ണബോധം കിട്ടാത്തത്? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരോടൊക്കെ പറയാ, യാരെ देखो थारे क्या हो കൃഷ്ണ 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 പറഞ്ഞു നമ്മളെ ഉപദേശ്, അല്ലേ? യാരെ देखो थारे क्या हो കൃഷ്ണ. അതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അതിനു വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെ ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ മോളിൽ എത്തുമ്പോ അവിടെ ചെന്നപ്പോ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ വരും. എടാ വൃത്തിയായിട്ടാണ് ഞാൻ നിന്റെ ഫ്രണ്ടിൽ എത്ര എന്റെ മക്കളെയാണ് കൊണ്ട് നിർത്തിയത്, നീ ആ വായൊക്കെ തുറന്ന് ഭഗവാനെ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നോ, നീ എപ്പോഴും പറഞ്ഞിരുന്നെന്തിനാ, അല്ലെ? ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ. ഒന്നും അവിടെ ചെല്ലുമ്പോ ഈ ചോദ്യങ്ങളുണ്ടാവും. കാര്യം നമ്മളെ ഫ്രണ്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഹേതു ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. ഭഗവാനായിട്ട് അവരെ വിടുന്നതാണ്. എന്നിട്ട് നമ്മള് അവിടെ ചെല്ലുമ്പോ ഇന്നലെ നല്ലൊരു ജുബ മേടിച്ചേട്ടാ, എന്ത് സൂപ്പർ ജുബായിരുന്നു അറിയാം, അല്ലേ? ഇന്നലെ ഒരു കുണുക്ക് മേടിച്ചേട്ടാ, കുണുക്കുന്നുണ്ട, അല്ലേ? അതൊക്കെയാണ് നമുക്ക് പറയാനുള്ള താല്പര്യം. നമ്മൾ എന്ത് പറയത്തില്ല, ഭഗവാനെ കുറിച്ച് കൃഷ്ണ എന്ന് പറയുന്നില്ല. നേരെ മറിച്ച് നമ്മള് ഇന്ന് രാവിലെ കൃഷ്ണ ഭഗവാൻ, അല്ലെ, കൃഷ്ണ ബലരാം ടെമ്പിളിൽ പോയിരുന്നു, പള്ളിച്ചത് എന്താ സൗന്ദര്യം എന്നറിയോ ഭഗവാനെ കാണാനായിട്ട്, കണ്ണെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഒരു ചെറിയൊരു താല്പര്യം തോന്നും. നമ്മൾ എത്ര പ്രാവശ്യം അതുവഴി പോയിട്ടുണ്ട്, ഇതുവരെ അവിടെ കയറിയിട്ടില്ല, ഇനി പോകുമ്പോഴെങ്കിലും അവിടെ കയറണമെന്ന് തോന്നും, അല്ലേ? അവർക്ക് ഒരു ഉള്ളിൽ ഒരു ചെറിയൊരു തീപ്പൊരി വന്നോ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, എന്താ പറഞ്ഞത്? യാരേ देखो थारे क्या हो കൃഷ്ണ ഉപദേശ്, അല്ലേ? നമ്മൾ അതാണ് പറയേണ്ടത്. അതാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധി ഉണ്ടാവുന്നതാണ്. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രവൃത്തിയന്തേ വാസുദേവ സർവമിതി സമഹം സമഹാത്മാ ദുർലഭം. അല്ല, അങ്ങനെയുള്ള മഹാത്മാന്മാരെ വളരെ ദുർലഭമാണെന്നാണ് ഭാഗവതം പറയുന്നത്. വാസുദേവ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി അശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. നമ്മള് വാസുദേവന്റെ ഭക്തരാകുന്നു. ഭജ വാസുദേവം, വളരെ വേഗം നമ്മള് ജ്ഞാനവാനാകും. ഭഗവാനായി ജ്ഞാനവാനായി മാറുന്നു, അല്ലെ? ഒന്നാമതായി ജ്ഞാനവാനായി മാറുന്നു. പിന്നെ അവൻ വാസുദേവന് കീഴടങ്ങുന്നു. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വരും. ഇതൊരു പ്രക്രിയയാണ്. മറ്റൊരു പ്രക്രിയ, നമ്മൾ വാസുദേവന്റെ ഭക്തനാകുന്നു. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും സ്വയമേവ വരും.
മനുഷ്യ ജീവിതത്തിന്റെ ഉന്നത ജ്ഞാനവും വൈരാഗ്യവും സ്വീകരിക്കുക എന്നാണ് അല്ലേ. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ നമ്മൾ ഭഗവാൻ അല്ലെ ഈശ്വരനായിട്ട് കണക്കാക്കുക, ഭഗവാനെ സേവ ചെയ്യുക അല്ലെ. തിരിച്ച് എവിടെ എത്തണം? നമ്മള് ഭഗവത്ഗാഥത്തിൽ എത്താറുള്ള വഴി അതാണ് നമ്മൾ ചെയ്യണം അല്ലെ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവത്ഗാഥ നമുക്ക് വളരെ സിമ്പിൾ ആക്കി തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് അദ്ദേഹം എപ്പോഴെങ്കിലും നമ്മളോട് പറഞ്ഞത് നീ ഒറ്റ കാലിൽ ആരും വല്ല നിൽക്കണം പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? നാമം ജപിക്കാം, എന്റെ മുന്നിൽ അല്ലെ തിരിച്ചോളൂ, നമുക്ക് തിരിച്ചാൽ കൊണ്ടുപോകണം. ആര് പറയുന്നുണ്ട്? രൂപ നമുക്ക് എന്താണ് പ്രോമിസ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കും? പല ആചാര്യന്മാരും ദേഹം പിടിയുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അവർ കംപ്ലീറ്റ് പാരലൈസ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അവരെ എഴുതിച്ചെന്ന് പറഞ്ഞാണ് അത് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അല്ലേ. അവർ മരിക്കുകയും ചെയ്തു. അപ്പൊ അവർ കണ്ടിട്ടാണ് മരിക്കുന്നത്. പ്രഭാത് ഇവരെ കൊണ്ടുപോകാനായിട്ട് തിരിച്ചു വന്ന് നിൽക്കുന്ന കണ്ടിട്ടാണ് അവർ മരിക്കുന്നത് അല്ലെ. അവർ ദേഹം പിടിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വാസ്തവമാണെന്നും സത്യമാണെന്നും നമ്മള് ഒരുപാട് പ്രൂഫ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിർത്താനാണ്. ഹരേ കൃഷ്ണ. എന്നെ സംശയം ചോദിക്കാം. വൃന്ദാവനത്തില് ദർശനം എടുക്കാൻ കേട്ടില്ല? വൃന്ദാവനത്തില് ദർശനം എടുക്കാനെങ്കിലും പറ്റും. ദർശനം എടുക്കാൻ പോകുന്നുണ്ടാകും പറഞ്ഞില്ല. പോവാം. പക്ഷേ നമ്മൾ അവിടെ കാണുമ്പോൾ, നമ്മൾ അവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ, അവർ ജീവിക്കുന്നത് കാണുമ്പോൾ, അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അത് അപരാധമാണ്. കാരണം ഭഗവാന്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും ഓരോ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഭഗവാന്റെ ലീലയ്ക്ക് വന്ന ആൾക്കാരുടെ ഭാഗ്യമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ അത്രയും ഉയർന്ന എക്സോൾട്ടഡ് ഡിവോട്ടീസ് നമുക്ക് അളക്കാൻ പറ്റില്ല അവരുടെ അവരുടെ ഡിവോഷൻ എന്താണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു നല്ലതാണ് അല്ല, ദർശനം എടുക്കാൻ പോവാം. ദർശനം എടുക്കാനാണ് നമ്മൾ വൃന്ദാവനം പോകുന്നത്. പക്ഷേ നമ്മൾ അവിടെ പോയി ഇങ്ങനെയുള്ള അപരാധങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ദർശനം എടുക്കുന്നതിനേക്കാളും ദോഷം ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ആരും ചെയ്യണം. പറയുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? രുക്മിണി സ്വയംവരം കഥ തന്നെയുണ്ട്, വലിയ കഥ തന്നെ. ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ലീലയാണ് രുക്മിണി സ്വയംവരം. ഭാഗത്തിൽ പറയുന്നുണ്ട്. മാറി അല്ല, ക്ലിയർ ഫുൾ സ്റ്റോറി അവിടെ പറയാം. ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥയാണ് രുക്മിണി സ്വയംവരം. നമ്മളെ രുക്മിണി കഥയുണ്ട് അല്ലേ. അതെല്ലാം കഥയിലുണ്ട്. ഞാനിപ്പോ പറഞ്ഞ വേറെ കാര്യം, അതായത് പൂന്താനം ഒരു അമ്പലത്തില് ഭാഗവത സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നു, പാരായണിച്ചുകൊണ്ടിരിക്കുകയാണ്, കഥ പറയുന്നു. അപ്പോൾ അതൊരു ശിവക്ഷേത്രമാണ്. ഒരു ദിവസം അദ്ദേഹം രുക്മിണി സ്വയംവരം പറഞ്ഞു. അദ്ദേഹം പോയി കൊട്ടിയൂർ മഹാദേവ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത് അല്ലേ. അപ്പോ പിറ്റേന്നും പൂന്താനം വന്നപ്പോ ഇങ്ങനെ ഈ താള് വെച്ചിട്ടുണ്ടല്ലേ, ആ താള് വെച്ച് അത് തുറന്ന് വായിച്ചു കൊടുക്കും. അപ്പോഴും എന്താണ് രുക്മിണി സ്വയംവരം അദ്ദേഹം വായിച്ചു. അന്നും വായിച്ചു. പിറ്റേന്ന് രാവിലെ വന്നു നോക്കുമ്പോൾ അവിടെ തന്നെ വെച്ചിരിക്കുന്നു. അദ്ദേഹം പൂന്താനം മാറ്റി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഈ നൂല് ഇവിടെയാണ് ചെയ്യുന്നത്. വീണ്ടും അത് തന്നെ വായിച്ചു അല്ലേ. ഒരു ദിവസം അദ്ദേഹം എന്തോ എടുക്കാൻ മറന്നു. അതെ, വഴക്കുണ്ടാകും. അതൊക്കെ കഥയിലുള്ള, ഞാനിപ്പോ പറഞ്ഞത് വേറെ കഥ. അതായത് അപ്പൊ അദ്ദേഹം പൂന്താനം വീണ്ടും വന്നപ്പോഴേ എന്താണ് രുക്മിണി സ്വയംവരം. ഒരു ദിവസം അദ്ദേഹം ഈ പൂന്താനം എന്തോ മറന്നു അല്ലേ. എന്തോ ആഗതമാണ്. എന്തോ എടുക്കാനായിട്ട് മറന്നു അല്ലേ. തിരിച്ച് അമ്പലത്തിൽ വന്നപ്പോ അകത്ത് കുശ ഭാര്യ ഭർത്താവും സംസാരിച്ചിട്ടുണ്ട്. ആരെന്നറിയാം? മഹാദേവനും പാർവതിക്കും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പാർവതി ചോദിക്കാണ്, ഈ പൂന്താനം പാർവതിനെ കൊണ്ട് നിങ്ങൾ എത്ര ദിവസം കൊണ്ട് ഈ രുക്മിണി സ്വയംവരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഷ്ടമല്ലേ. അദ്ദേഹം അടുത്ത കഥ പറയട്ടെ, നിങ്ങൾ സമ്മതിക്കത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്, ഞാൻ അതുകൊണ്ടാണ് ആ താലെട്ട് അവിടെ വെച്ചിരുന്നത് അല്ലെ. നടന്ന സംഭവമാണ് അല്ലെ. പൂന്താനത്തിന്റെ ചരിത്രത്തിലുള്ള ഒരു സംഭവം. പൂന്താനത്തിന് അറിയാമല്ലോ അല്ലേ. അദ്ദേഹത്തിന്റെ
നടന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിവ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ലീലയാണ് രുക്മിണീശ്വരൻ. അപ്പോൾ ആ കഥകളൊക്കെ ഉണ്ട് മാലജി വായിച്ചു നോക്കിയാൽ മതി. എല്ലാം ഉണ്ടാകും. വളരെ വളരെ രസകരമായിട്ടുള്ള സംവാദങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. വേറെ കൃഷ്ണൻ ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ ചോദിക്കാനായിട്ട്? എന്തെങ്കിലും മനസ്സിലായോ അതോ എല്ലാം മോളിൽ കൂടെ മറന്നു പോയതോ ഉള്ളോ? ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് വന്ന മാലജിമാർക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ മാലജി? നമ്മുടെ ഉള്ളിൽ ഒരുപാട് സംശയം വരും ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ. എന്താ? കഥകളിയുണ്ട്. യെസ്, പണ്ടൊക്കെ അതൊക്കെയായിരുന്നു നമ്മൾ. ഞാൻ ആദ്യമായിട്ട് കഥകളിയിലൂടെയാണ് രുക്മിണീശ്വരൻ വരുന്നത്. ഞാൻ എങ്ങനെ കഥകളി കണ്ടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് കഥകളി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ പാതിരാത്രിയാണ് ഞാൻ ഈ അമ്മയെ കൊണ്ട് പോകുന്നത്. ഇന്നെന്താ ചിരിച്ചേ? എനിക്കൊരു അമ്മമ്മയുണ്ട്, പിന്നെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്താണ് കഥകളി. അതുകൊണ്ട് അപ്പോൾ ഈ അമ്മമ്മ എങ്ങനെ കൂട്ടുപിടിക്കണം. ഞാൻ അവൻ്റെ ഈ പ്രായം ഉണ്ടാവും, ഇത്ര ഉണ്ടാവും, ആ പ്രായത്തിലാണ്. അപ്പോൾ ഈ കഥകളിലേക്ക് പാതിരാത്രിയാണ്. അത് വെളുക്കാണ് തീരുന്നത്. കണ്ടിട്ടില്ലേ? അല്ലേ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? അതെ, എല്ലാവരും കഥകളിയാണ് പോകുന്നത്. എങ്ങനെയെന്ന് അറിയാം? പായി തലേനായിട്ടാണ്. അത് ഉറങ്ങാൻ വേണ്ടിയല്ലേ. അവിടെ ചെന്നിരുന്ന് ഉറങ്ങണമെന്നൊരു ഇതുണ്ട്. അവർക്കൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. എല്ലാവരും പായി തലേനായിട്ടാണ്. ശരിയാണ്. അപ്പോൾ ഈ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ അന്തം വിട്ടു പോകുന്നത്. ഇത്രയുള്ള വരമ്പിൽ കൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഞാൻ എങ്ങനെ അമ്മയെ കൊണ്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ലൈറ്റൊക്കെ ഉണ്ടാവും, എന്നാലും പകല് തിരിച്ച് 7 മണിക്കൊക്കെ രാവിലെ തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് നടന്നു പോയ വഴികളൊക്കെ. നമ്മൾ ഇതുവരെ പോയി കണ്ടിട്ടില്ലാത്ത വഴി കൂടെയൊക്കെയാണ് അമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മയ്ക്ക് സ്ഥലങ്ങൾ അറിയാം, പക്ഷെ കൂടെ ഒരാൾ അതിനാണ് ഞാൻ കൂടെ പോകുന്നത്. അങ്ങനെ എനിക്ക് ഇതൊക്കെ രസം വരാനായിട്ട് അമ്മ ഇതിന്റെ കഥകളൊക്കെ നേരത്തെ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഞാൻ ഇരിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ലല്ലോ, ബോറടിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് പണ്ടേ ഇതൊക്കെ കഥകളൊക്കെ കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അമ്മൂമ്മ പറഞ്ഞത്. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിലേ നമ്മൾ ഭക്തരാകും. ഇപ്പോൾ ഉള്ള അമ്മമാരൊക്കെ സ്റ്റേജിൽ വെച്ചിട്ട് വേറെ സമയമില്ല, അല്ലേ? ഞാൻ എൻ്റെ അമ്മയെ കുറിച്ചിട്ടാ പറഞ്ഞു. യെസ്, അപ്പോഴും കഥകൾ തീരത്തില്ല. അല്ലേ? അപ്പോൾ അതാണ് കഥകളി. ഇപ്പൊ കഥകളി വെച്ച് ആരെങ്കിലും കാണും? ആരും ഉണ്ടാവില്ല. ഒന്നാമത് കഥ അറിയില്ല, അല്ലേ? കഥ അറിയാതെ ആട്ടം കാണുമെന്ന് പറഞ്ഞു. അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് രസം ഉണ്ടാവില്ല. പക്ഷെ കഥ അറിയുന്നവരാണെങ്കിൽ ദൈവം ലഭിച്ചോ, അവർക്ക് വളരെ ആനന്ദിച്ച് അവര് കഥകളി കാണുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്താം.